عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين. സൂറത്തുൽ ജിന്ന് 72-ാമത്തെ സൂറത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി ഫഖാലൂ ഇന്നാ സമിഅനാ ഖുർആനൻ അജബ. സൂറത്തുൽ ജിന്ന്. ജിന്നെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവും സ്വാഭാവികമായിട്ടും. ജിന്ന്, ആരാണ് ജിന്നുകൾ? എന്താണ് അവരുടെ സ്വഭാവം? അവരെവിടെയാണ് താമസിക്കുന്നത്? അവർക്ക് മനുഷ്യൻ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? അവരെ പറ്റി കൂടുതൽ അറിയാനുള്ളൊരാഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ജിന്നുകളെ പറ്റി ഒരു ആമുഖം പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. സൂറത്തുൽ ജിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഖുർആൻ പാരായണം ചെയ്തത് ജിന്നുകൾ കേട്ടതായും ആ കേട്ട കാര്യം അവരുടെ സമൂഹത്തിൽ ജിന്നിൻ്റെ ആ ഒരു ഗ്യാങ്ങിൽ ചെന്നിട്ട് അവർ പറയുകയും ചെയ്ത, അല്ലെങ്കിൽ ഒരുപാട് പേര് തെറ്റായ വഴിയിൽ ജീവിച്ചിരുന്ന ചില ജിന്നുകൾ അള്ളാഹുവെ പറ്റി അവിടെ പോയിട്ട് പറഞ്ഞു കൊടുത്തൊരു സന്ദർഭമാണ്. ആ ഒരു സംഭവത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ സൂറത്തുൽ ജിന്ന് അവതരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സമയത്ത് അങ്ങനെ സംഭവിച്ചു. പക്ഷേ ജിന്ന് മനുഷ്യരിൽ നിന്ന് കേൾക്കാൻ സാധ്യമാണോ? പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ ഈ കേൾവിയും കാഴ്ചയും സ്പർശനവും ഈ സംസാരവും ഇതൊക്കെ ജിന്നുകൾക്കുണ്ടോ? നമുക്കതൊന്ന് പരിശോധിക്കാം. ജിന്നുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരെ പോലെയുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അള്ളാഹിൻ്റെ മേലെയല്ല, അള്ളാഹിൻ്റെ താഴെ, അള്ളാഹുവിൻ്റെ മേലെ ഒന്നുമില്ല. അള്ളാഹിൻ്റെ ഖൽഖാണ് ജിന്ന്. എന്തിനാണ് ജിന്നിനെ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ, ഖലഖൽ ജിന്ന വൽ ഇൻസ് ഇല്ലാ ലിയഅബ്ദുല്ലാഹ്. ഖുർആൻ പറഞ്ഞത് ജിന്നിനെയും മനുഷ്യനെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ഇല്ലാ ലിയഅബ്ദുല്ലാഹ്, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാനാണ്. എന്നാലാവട്ടെ മനുഷ്യർക്ക് അള്ളാഹ് ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവെ ആരാധിക്കുവാനും ആരാധിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട്. ആരാധിക്കാതിരിക്കുന്നവർക്ക് നരകമുണ്ട്. ആരാധിച്ച് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്നവർക്ക് സ്വർഗവും. ഇതുപോലെ തന്നെയാണ് ജിന്ന് വർഗത്തെയും. നരകത്തെ ഉണ്ടാക്കിയതിനെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മനുഷ്യരെ കൊണ്ടും ജിന്നുകളെ കൊണ്ടും. അപ്പോൾ ജിന്നുകൾ എന്ന് പറഞ്ഞാൽ അവർക്കും നരകമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ജിന്നുകൾക്ക് നരകം ഉണ്ടാവണേൽ നല്ല ജിന്നുകളും ചീത്ത ജിന്നുകളും ഉണ്ട്. ഇനി മനുഷ്യരും ജിന്നും തമ്മിലുള്ള ഫിസിക്കലിയുള്ള ശാരീരികമായിട്ടുള്ള വ്യത്യാസങ്ങൾ, നമ്മൾ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഈ ഭൂമിയിലെ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന്, ഈ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന കാഴ്ചയും കേൾവിയും ഒക്കെ ഉള്ള പോലെ ജിന്നുകൾക്കും അങ്ങനെയൊക്കെ ഉണ്ട്. ജിന്നുകൾ സൃഷ്ടിക്കപ്പെട്ടത് തീയിൽ നിന്നാണ്. ഫയർ, തീയുടെ ഒരു സാധാരണ തീ. നമ്മൾ ഇപ്പോൾ അള്ളാഹു നൂറാണ് എന്ന് പറയുമ്പോൾ അള്ളാഹിൻ്റെ വെളിച്ചം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഏതെങ്കിലും സൂര്യപ്രകാശമോ അല്ലെങ്കിൽ ഭൂമിയിലുള്ള ഏതെങ്കിലും ട്യൂബ് ലൈറ്റോ ഏതെങ്കിലും ലൈറ്റ് വെച്ചല്ലല്ലോ നമ്മൾ കമ്പയർ ചെയ്യുക. അതിനെ നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റൂലല്ലോ. അപ്പോൾ അതായത് ജിന്നുകളുടെ വെളിച്ചം അല്ലെങ്കിൽ അവരുടെ തീ എന്ന് പറയുന്നത് അത് സവിശേഷമായ വേറൊരു തീയാണ്. ഏതുപോലെയെന്ന് വെച്ചാൽ നമ്മുടെ ശരീരം നോക്കിയിട്ട് നമുക്കിത് മണ്ണാണെന്ന് പറയാൻ പറ്റും. നമ്മുടെ കൈ നോക്കുക, എന്നിട്ട് പറയാം ഇത് മണ്ണാണ്, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അത് മണ്ണ് ആവും. മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യത്യസ്തമായ ഒരു രൂപത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ, അതിൽ ചേർത്ത ചേരുവയുടെ ഒരു തുടക്കം മണ്ണിൽ നിന്നാണ് മനുഷ്യനെ ആദം അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചത്. അങ്ങനെയാണ് നമുക്കറിയാം. അതുപോലെ ജിന്ന് വർഗത്തെ പ്രത്യേകമായ സവിശേഷമായ ഏതോ ഒരു തീയുടെ അംശം, അതിൻ്റെ ലവണങ്ങളൊക്കെ ചേർത്തിട്ട് അള്ളാഹു സൃഷ്ടിച്ച, അള്ളാഹുവെങ്കിൽ അള്ളാഹു ആയാലോ, നമുക്കതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. മാത്രമല്ല ജിന്നുകൾക്ക് കേൾക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്കറിയാം. എങ്ങനെ? ഇത് തന്നെയാണ് അതിൻ്റെ ഉദാഹരണം. ഈ 1-ാമത്തെ ആയത്ത്, നമുക്കത് ആയത്ത് പറഞ്ഞിട്ട് അതിലേക്ക് വരാം. ഖുൽ ഊഹിയ ഇലയ്യ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ പറയാണ്, ഖുൽ ഊഹിയ,
ഞങ്ങൾക്ക് ഒരു ദിവ്യബോധനം വഹീൻ്റെ ആണ്, ഊഹയ്യ ഒരു ബോധനം നൽകപ്പെട്ടിട്ടുണ്ട്. അന്നഹുസ്തമഅ നഫറും മിനൽ ജിന്നി, ജിന്ന് വർഗത്തിൽപ്പെട്ട ഒരു കൂട്ടർ പറയാണ്, ഫഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അജബ, അത്ഭുതകരമായ ഒരു ഖുർആന്റെ വചനങ്ങൾ ഞങ്ങൾ കേട്ടു എന്ന വാർത്ത ജിന്ന് വർഗം, ജിന്നിൽപ്പെട്ട കുറച്ച് ആളുകൾ അത് വ്യക്തികൾ അവരുടേതായ ആളുകളുടെ കൂട്ടത്തിൽ പോയിട്ട് പറയാണ്. അപ്പോൾ അവർ പറയണമെങ്കിൽ ഇത് കേൾക്കണമല്ലോ. അപ്പോൾ അത് കേൾക്കാൻ അവർക്ക് സാധിക്കും. അപ്പോൾ മനുഷ്യർ, നമ്മൾ ഈ ഭൂമിയിൽ നമ്മളിങ്ങനെ നടക്കുന്നത്, നമ്മുടെ ശബ്ദങ്ങളൊക്കെ കേൾക്കാം, ജിന്നിനത് കേൾക്കാൻ സാധിച്ചേക്കും. അപ്പോൾ ജിന്ന് കേൾക്കുന്നതുകൊണ്ടാണല്ലോ അപ്പോൾ അവർക്ക് കേൾവി ശക്തിയുണ്ട്, മനുഷ്യരുടെ സംസാരങ്ങൾ. പക്ഷെ ഇതിലൊന്നും അവർക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല. മനുഷ്യരിപ്പോൾ സംസാരിക്കുന്നത് ജിന്ന് വർഗത്തിന് അത് കേട്ടോണ്ട് പോൽക്ക് വലിയ ബെനിഫിറ്റബിൾ ആയ, അല്ലെങ്കിൽ അതിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പക്ഷികളുടെയൊക്കെ ശബ്ദങ്ങൾ കേൾക്കുന്നില്ലേ, കാക്ക ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്, അതൊന്നും നമ്മുടെ കൺസേൺ അല്ല. അത് അവരുടേതായ ജീവിവർഗങ്ങൾ. നമ്മൾ എങ്ങനെയാണോ മൃഗങ്ങളെ കാണുന്നത്, പോത്തിനെ കാണുന്നത്, ആടിനെ കാണുന്നത്, പശുവിനെ കാണുന്നത്, ഇതുപോലെ ജിന്ന് വർഗം നമ്മളെയും കാണുന്നു. നമ്മളെപ്പോലെ ഒരു സൃഷ്ടിയാണ് എന്നതിലപ്പുറത്തേക്ക് അവർക്ക് യഥാർത്ഥത്തിൽ നമ്മളെപ്പറ്റി അത്രയൊന്നും വിവരമൊന്നുമില്ല. നമ്മുടെ ഇൽമ് നമുക്ക് ലഭ്യമായിട്ടുള്ള ആ അറിവൊന്നും അവർക്കില്ല. അവർക്കുള്ള ശക്തി വേറെയാണ്. അവർക്ക് ഇത് കേൾക്കാനുള്ള കഴിവുണ്ട്. നമ്മളെങ്ങനെയാണോ ഭൂമിയിലുള്ള ജീവജാലങ്ങളെ നോക്കി കാണുന്നത്, പശുവിനെ കാണുന്ന ഒരു ഉറുമ്പ് ഇങ്ങനെ പോകുന്ന, ആ ഉറുമ്പതാ പോണ് എന്ന് കാണുന്നത് പോലെ കാണുക എന്നതിലപ്പുറത്തേക്ക് അവർക്ക് നമ്മളെ വിഷയത്തിൽ അവർ കൺസേൺ അല്ല. നമ്മൾ മനുഷ്യന്മാരെ, ഒരു ജീവിവർഗങ്ങൾ നമ്മളെപ്പോലെ, അവരവിടെ ജീവിച്ചോട്ടെ എന്നാണ്. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഉന്നത ബോധം അവർക്കുണ്ട്. അതാണ് സ്വർഗത്തിൽ വെച്ച് ആദം അലൈഹി സ്വലാമുമായിട്ട് പിടക്കുണ്ടായല്ലോ. അവിടെ ജിന്ന് വർഗത്തോട് ഒന്നടങ്കം മലക്കുകളോടും ജിന്നുകളോടും സുജൂദ് ചെയ്യാൻ പറഞ്ഞു. സൂറത്തുൽ ബഖറയിൽ നമ്മൾ പഠിച്ചതാണല്ലോ. അപ്പോൾ അത് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഉന്നത കുലജാത, ഇബ്ലീസ് ജിന്ന് വർഗത്തിൽപ്പെട്ട ഒരു വിഭാഗമാണ്. എല്ലാവരും മോശക്കാരൊന്നും അല്ല. എല്ലാവരും നല്ല ഒരുപാട് ജിന്നുകളുണ്ട്. അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ച് നല്ല ആബിദീങ്ങളായിട്ടുള്ള നല്ല ജിന്ന് വർഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. അവരൊക്കെ സുജൂദ് ചെയ്തിട്ടുണ്ട് അവിടെ. എന്നാൽ ജിന്ന് വർഗത്തിൽപ്പെട്ട ശൈത്താൻ എന്ന് പറയുന്ന ധിക്കാരികളായ അഹങ്കാരവും ഗർവവും മാത്രം കൊണ്ടു നടക്കുന്ന ഒരു വിഭാഗം, അങ്ങനെയുള്ള ആളുകളാണല്ലോ മനുഷ്യരിലും കാഫിറാവുന്നത്. അങ്ങനെയുള്ള കാഫിറുകളിൽപ്പെട്ട ജിന്നായ ശൈത്താനും ഷെയ്ത്താൻ്റെ ഗ്രൂപ്പും ഒരു ടീമാണ് അവരാണ് മാറുന്നത്. അവരെയാണ് സ്വർഗത്തു നിന്ന് പുറത്താക്കിയതും. അപ്പോൾ ജിന്നുവർഗത്തിൽപ്പെട്ട ഒരു വിഭാഗമാണല്ലോ ഷെയ്ത്താൻ. ഈ ഷെയ്ത്താന് നമ്മുടെ ശബ്ദങ്ങൾ കേൾക്കാൻ സാധിക്കും, അതോടൊപ്പം നമ്മുടെ ചിന്തകൾ അറിയാൻ സാധിക്കും. നമ്മുടെ മനസ്സിൻ്റെ മാനസിക തലങ്ങൾ നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്ന് അറിയാൻ അതുകൊണ്ടാണല്ലോ വസ്വാസ് ഉണ്ടാക്കാൻ കഴിയുന്നത്. സൂറത്തുന്നാസിൽ പറയുന്നില്ലേ, മിനൽ ജിന്നത്തി വന്നാസ്, ജിന്നുകളിലും മനുഷ്യരിലും പെട്ട് മനുഷ്യരിലൂടെയോ ജിന്നുകളിലൂടെയോ നമ്മുടെ മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കാൻ ജിന്നുകളുടെ ശക്തി വിശേഷത്തെ പറ്റിയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, അവർക്ക് കേൾക്കാൻ സാധിക്കും. രണ്ട്, അവർക്ക് നമ്മുടെ മനസ്സിൽ ദുർബോധനങ്ങൾ നടത്താൻ സാധിക്കും. അതിൽ യാതൊരു സംശയമില്ല. അത് ഐക്യകണ്ഠേന ലോകത്തെ മുഴുവൻ പണ്ഡിതന്മാർ ഒരുമിച്ച് ഖുർആൻ അതിന് സാക്ഷിയാണ്. അപ്പോൾ നമ്മളതിലൊന്നും എതിരിടാൻ പോകേണ്ട കാര്യമില്ല. അങ്ങനെ സാധിക്കും. അതായത് ഞാനും നിങ്ങളൊക്കെ ചിന്തിക്കണില്ലേ, ഈ ചിന്തകളിൽ ചെകുത്താനും ജിന്നുകൾക്കും സ്വാധീനം ചെലുത്താൻ സാധിക്കും, ചെകുത്താന് പ്രത്യേകിച്ച്. പക്ഷേ ജിന്നുകൾ മനുഷ്യന്മാരുടെ ചിന്തകൾ സ്വാധീനം ചെലുത്താനോ മനുഷ്യൻ്റെ ചിന്തകൾ എന്തൊക്കെയാണെന്ന് ഇങ്ങനെ നോക്കി നടക്കുകയോ ചെയ്യേണ്ട ഒരു കാര്യം അവർക്കില്ല. ഓർക്ക് വേറെ അവരുടേതായ ലോകത്ത് അവർ ജീവിക്കുകയാണ്. ഓക്കെ. പക്ഷേ ചെകുത്താൻ അതല്ല. ചെകുത്താൻ മനുഷ്യകുലവുമായിട്ട് ഒരു പ്രശ്നത്തിൽ നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതോടുകൂടെ ചെകുത്താൻ്റെ വർഗ്ഗം അവിടുന്ന് എടുത്തൊരു തീരുമാനമുണ്ട്. ലോകാവസാനം വരെയുള്ള മനുഷ്യരെ ഞാൻ വഴികേടിലാക്കും. അപ്പോൾ അള്ളാഹു പറയുന്ന ആബിദീങ്ങളായ ആളുകളെ നിനക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. യഥാർത്ഥ വിശ്വാസികളായ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന, നമസ്കരിക്കുന്ന ഖുർആൻ്റെ അഹ്ലുകാരെ ഇവർക്ക് തൊടാൻ സാധിക്കില്ല. ഇബ്ലീസിനെ സ്വാധീനിക്കാൻ കഴിയില്ല. അപ്പോൾ ബിസ്മില്ല വലിയൊരു ആയുധമാണ്. ബിസ്മില്ല നമ്മൾ നിസ്സാരമായിട്ട് അതിനെ കാണരുത്. ഇപ്പം ഖുർആൻ ഓതുമ്പോൾ തന്നെ ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ്, ഞാൻ എല്ലാ ക്ലാസ്സിലും എൻ്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ ഈ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളിലും എല്ലാ വീഡിയോയും തുടങ്ങുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്ന്,
അള്ളാഹുവോട് കാവൽ തേടിക്കൊണ്ട് തുടങ്ങണമെന്ന്. ഇത് ഖുർആൻ്റെ ആയത്താണ്. സൂറത്തുൻ നഹ്ൽ 98-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയാ, فإذا قرأت القرآن فاستعذ بالله من الشيطان الرجيم. ഇത് മാത്രമല്ല കേട്ടോ, പല കാര്യവും ചെയ്യുമ്പോൾ നമ്മൾ അഊദു ബില്ലാഹ് ചെല്ലുന്നത് പതിവാക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലുമൊക്കെ ദുൽമ് വരാൻ സാധ്യത ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഷെയ്ത്താൻ എന്നത് ശാരീരികമായിട്ട് നമ്മളൊന്നും ചെയ്യാൻ അതിന് കഴിയില്ല, ഈ ചെകുത്താൻ. പക്ഷെ ശരീരത്തു നിന്നാണല്ലോ ബാക്കിയെല്ലാം ചെയ്യിക്കാൻ കഴിയുക. മനസ്സിലായില്ലേ? അതിപ്പോൾ ഒരു ചെകുത്താന് നമ്മളിങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ അടുത്തുള്ള അലമാര നമ്മുടെ മേലേക്ക് മറിച്ച് തള്ളിയിടാൻ കഴിയില്ല. ഫിസിക്കലി ഈ ഭൂമിയിലെ ഒരു ഇല അനക്കാൻ പോലും ചെകുത്താന് സാധ്യമല്ല, ജിന്നുകൾക്കും സാധ്യമല്ല. അള്ളാഹുവിൻ്റെ അനുമതി ഇല്ലാതെ സാധ്യമല്ല, അള്ളാഹു അനുവദിച്ചാൽ സാധിക്കും ചെയ്യും. അതിനൊറ്റ ഉദാഹരണമാണ് സുലൈമാൻ നബിയുടെ കാലഘട്ടത്തിൽ അലൈഹിസ്സലാം അള്ളാഹു ജിന്നുകളെ വഴക്കി കൊടുത്തു. അള്ളാഹുവിൻ്റെ അനുവാദം ആ ജിന്നുകളെ അലോട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് സുലൈമാൻ നബിക്ക് അങ്ങനെ. അപ്പം സബൈരാജ്ഞിയുടെ കൊട്ടാരത്തിലെ കസേര നിമിഷ നേരങ്ങൾ കൊണ്ട് ഇവിടെ എത്തിക്കാന്ന് പറഞ്ഞാൽ ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്, നടക്കാത്തതല്ല. ജിന്നിനത് സാധിക്കും, അതിനുള്ള ശക്തി അവർക്കുണ്ട്. അവരുടെ ഏറ്റവും വലിയ ശക്തി പറഞ്ഞാൽ മലക്കുകളെ പോലെ അതിവേഗതയിൽ മുർസലാത്ത്, സൂറത്തുൽ മുർസലാത്തിൽ നമ്മൾ പറയുന്നത് അതിവേഗതയിൽ, ലോകത്തിൻ്റെ ഒരു എൻഡ് മുതൽ എൻഡ് വരെ അതിശക്തം കണ്ണടച്ച് തുറക്കുന്നതിൻ്റെ വേഗതയിൽ, ഹൈ സ്പീഡിൽ അവർക്ക് യാത്ര ചെയ്യാൻ അവർക്ക് സാധിക്കും. ഇതൊക്കെ ജിന്നുകളുടെ കഴിവുകളാണ്. പക്ഷേ ആ കഴിവുകൾ കൊണ്ടൊന്നും മനുഷ്യരെ ശാരീരികമായി ഉപദ്രവിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഇബ്ലീസ് മനുഷ്യൻ്റെ കുലശത്രുവല്ലേ? മനുഷ്യൻ അത്രയേറെ ഉപദ്രവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഇബ്ലീസിന് വേണമെങ്കിൽ എന്ത് ചെയ്യുക? ഒരു വലിയ തോക്കെടുത്തുണ്ടോന്ന് എല്ലാ മനുഷ്യരും വെടിച്ച് കൊല്ലാം, അല്ലെ ബോംബിട്ട് കൊല്ലാം. അതൊന്നും ചെയ്യുന്നില്ലല്ലോ ഇബ്ലീസ് സാധ്യമല്ല. ഇബ്ലീസിന് സാധിക്കുന്നത് മനുഷ്യ മനസ്സുകളിലെ പ്രവർത്തനമാണ്. അവിടെയാണല്ലോ പ്രവർത്തന കേന്ദ്രം. അതോടുകൂടി മനുഷ്യൻ കേടായല്ലോ. ഒരു മനുഷ്യനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സൂറത്തുന്നാസിൽ എങ്ങനെയാ? നമ്മുടെ മനസ്സിൽ കയറാൻ നോക്കും, ഇല്ലേ നമ്മുടെ വീട്ടിലുള്ള ആരുടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ മനസ്സിൽ കയറിയിട്ട് ആ തെറ്റായ തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിക്കും എന്നുള്ളത് പൈശാചികതയാണ്. ആ ദുർബോധനങ്ങൾ, നമ്മളൊരു സൽബോധന നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചാലും അത് തെറ്റായ രീതിയിലേക്ക് ഇബ്ലീസ് എത്തിക്കുക എന്നുള്ള പണി ജിന്ന് വർഗത്തിൽപ്പെട്ട ഇബ്ലീസിന് അത് ചെയ്യാൻ സാധിക്കും. ഇത്രയൊക്കെയാണ് ജിന്നുകളെ പറ്റി കൂടുതൽ. നമ്മളതിൽ പേടിക്കേണ്ട വിഷയങ്ങളൊന്നുമില്ല. പിന്നെ റുക്കിയ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. റുക്കിയ ചെയ്യുക എന്ന് പറഞ്ഞാൽ റുക്കിയ ശരിയായ ചികിത്സ, തെറ്റായ ചികിത്സ ഒന്നുമല്ല, ശരിയായ ഒരു വഴിയാണ്. എന്ന് വെച്ചാൽ എന്താ റുക്കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ചിലർ പറയും എനിക്ക് ജിന്ന് ബാധിച്ചിട്ടുണ്ട്, അല്ലെ സിഹിർ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ബാധിക്കും. സിഹിർ ഇത് മനസ്സിൽ ബാധിക്കുന്ന സാധനമാണ്, ശരീരത്തിനല്ല. കോവിഡ് പോലെ അല്ലെങ്കിൽ നമ്മുടെ വൈറസ് ബാധിക്കുന്നവർ ശരീരത്തെ ബാധിക്കുന്ന ഒന്നുമല്ല. നമ്മുടെ ശരീരത്തിന് ഇപ്പോൾ ഒരു വൈറൽ പനി വന്നു, വൈറസാണ്, വല്ല ഏതെങ്കിലും ഒരു വൈറസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടെന്ന് കണ്ട് ഡോക്ടർ അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന മാതിരി ടാബ്ലറ്റ് കൊടുത്ത് ശരിയാക്കാൻ പറ്റും. ശാരീരികമല്ല ജിന്നിന് ശാരീരികമായിട്ട് മനുഷ്യനെ സ്വാധീനിക്കുക സാധ്യമല്ല. അത് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെയുള്ള പ്രൊവിഷൻ ഇല്ല, അതിനുള്ള അധികാരം അള്ളാഹ് കൊടുത്തിട്ടില്ല. എന്നാൽ അള്ളാഹു കൊടുത്തിട്ടുണ്ട്, ചില സന്ദർഭങ്ങളിൽ അള്ളാഹു അനുവദിച്ചിട്ടുണ്ട്. അത് അനുവദിച്ചാൽ മാത്രം നടക്കണ കാര്യമാണ്, അല്ലാത്ത സമയത്ത് അത് നടക്കൂല. അത് ചില പ്രവാചകന്മാരുമായിട്ട് ബന്ധപ്പെട്ട് ഇബ്ലീസ് കൊടുത്തിട്ടുള്ള ചില കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ സംഭവിച്ചു എന്നല്ലാതെ മൊത്തം ഈ ലോകത്ത് ഇപ്പോൾ ഈ കാലത്ത് 21st സെഞ്ച്വറിയിൽ ഒരു ഇബ്ലീസിൽപ്പെട്ട അല്ലെ ജിന്നിൽ വർഗത്തിൽപ്പെട്ട ഒരു ജിന്നിന് വന്നിട്ട് മനുഷ്യനെ ശാരീരികമായിട്ട് വെടിവെച്ച് കൊല്ലാനോ അടിക്കാനോ തൊഴിക്കാനോ ഒന്നും സാധ്യമല്ല. അങ്ങനെയൊന്നും നമ്മൾ വിശ്വസിച്ചേക്കരുത്. പണ്ടൊക്കെ ചാത്തനേറ് എന്നൊക്കെ പറയും, അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. പുറത്ത് കല്ലെടുത്തെറിയുക, ഇതൊക്കെ ജിന്നാണ്, ചാത്തനേറാണ് എന്നൊക്കെ പറയും. അങ്ങനെയൊന്നും ഇല്ല, അതൊന്നും സംഭവിക്കുന്നതല്ല അതൊന്ന്. എന്നാൽ സിഹർ അതുണ്ട്. സിഹർ എന്താണ്? സിഹർ എന്ന് പറഞ്ഞാൽ ജിന്ന് വർഗത്തെ, അതാണ് ഖുർആനിലും അതിന് സാക്ഷ്യമാണ്, ജിന്ന് വർഗത്തെ വിളിച്ച് തേടുകയും അവരുടെ ശക്തിയിൽ വിശ്വാസം അർപ്പിക്കുകയും ഒക്കെ ചെയ്ത് ഒരു തരത്തിലുള്ള സിഹിർ പണ്ട് കാലത്ത് വ്യാപകമായിരുന്നു. പ്രത്യേകിച്ച് മൂസ അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്തിലൊക്കെ അത് ധാരാളമായിട്ടുണ്ടായിരുന്നു. ഇന്നും അതൊക്കെ ചെയ്യുന്ന ഗൂഢോത്രങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. എന്ന് വെച്ചാൽ ഒരിക്കലും അത് ചെയ്യുന്നത് ജിന്ന് വർഗത്തിലെ നല്ല ജിന്നുകളല്ല, മുഅ്മിനീങ്ങളായ അള്ളാഹുവിൽ വിശ്വസിച്ച നല്ല ഈമാനുള്ള നല്ല ജിന്നുകളല്ല ഇതിനൊന്നും വരുന്നത്. അതിൻ്റെ ഇടയിൽപ്പെട്ട ഈ ചെകുത്താനിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ ദുഷിച്ച ചീത്ത ജിന്നുകളോ ആണ് ഇതിനു വേണ്ടിയിട്ട് അവർ ഇരയാക്കുന്നത്. പക്ഷേ അങ്ങനെ ഇരയാക്കുന്ന ജിന്നുകളെ അവരുടെ സ്വാധീനം ഉപയോഗപ്പെടുത്തിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ പോലും സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ബാധിക്കുകയില്ല.
സത്യവിശ്വാസി എങ്ങനെ എന്തുകൊണ്ട് ബാധിക്കും? അപ്പം അതുകൊണ്ട് റുക്കിയ അവിടെയാണ് പ്രസക്തമാവുന്നത്. റുക്കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റുക്കിയ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ശരീരത്തിൽ ഇത് വളരെ ഗൗരവമുള്ള വിഷയം അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പം വലിയ ആന മണ്ടത്തരങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല ആളുകളും വിശ്വസിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് ക്ലിയർ ചെയ്ത് പോകുന്നത്. ജിന്ന് വർഗത്തിന് മനുഷ്യനെ, പ്രത്യേകിച്ച് നമ്മളെ പറയാം, ഖുർആൻ ഓതുകയും വൃത്തി ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് അടിവരയിട്ടുകൊണ്ട് പറയാണ്. അത് പലർക്കും അത്തഹൂറു ഷത്തുറുൽ ഈമാൻ എന്നുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വാസത്തിൻ്റെ പകുതി, വിശ്വാസത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗം വൃത്തിയാണെന്ന്, ശരീരശുദ്ധി. അപ്പം ശരീരത്തിലല്ലല്ലോ ശരിക്കും ജിന്ന് പ്രവേശിക്കുന്നത്, മനസ്സിലാണ്. പക്ഷേ ശരീരശുദ്ധി ആവശ്യമാണ് എന്ന് മുഫസ്സിരീങ്ങളും പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യം കൊണ്ട് എടുത്ത് പറയാണ്. എപ്പോഴും നമ്മൾ ശുദ്ധിയുള്ളവരായി ദിവസം കുളിക്കണം. നമ്മുടെ സാഹചര്യങ്ങളും വീടും പരിസരവും ഒക്കെ എപ്പോഴും വൃത്തി ഉണ്ടായിരിക്കണം. കാരണം അവരുടെ കാഴ്ചയിൽ ഇതൊക്കെ കാണുന്നുണ്ട്. ഒരാളെ ഞാനൊരു ഉദാഹരണമായിട്ട് പറയാം. ഒരു മനുഷ്യൻ നമ്മളൊരു KSRTC ബസ്സിലേക്ക് കയറുകയാണ്. നമ്മളൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സിലേക്ക് കയറുകയാണ്. ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ അടുത്ത് സീറ്റിൽ വന്നിരിക്കുന്നത് ശുഭവസ്ത്രധാരിയായ, വെള്ള വസ്ത്രം ധരിച്ച്, വെള്ള താടിയുള്ള, വെള്ള തലപ്പാവിട്ട്, കയ്യിലൊരു തസ്ബീഹ് മാലയിട്ട്, നല്ല സുഗന്ധമായിട്ട് അടുത്തുള്ള ആളാകുമ്പോൾ നമ്മൾ അയാളോട് സമീപിക്കുന്ന നമ്മുടെ സമീപനം എന്തായിരിക്കും? അല്ലേ? നമ്മൾ അസ്സലാമു അലൈക്കും ഉസ്താദ് എവിടുന്നാണ്, എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ അയാൾ മാന്യമായിട്ട് അലൈക്കും അസ്സലാം മോനെ ഞാനിങ്ങനെ പോവുകയാണ്. വളരെ നല്ല രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡല്ല നമ്മുടെ. ആ അതേ സ്ഥാനത്ത് ഒരു കള്ളുകൂടിയനാണ്, വൃത്തിയില്ലാതെ മുളിഞ്ഞ്, ശരീരമൊക്കെ അലിഞ്ഞ് ചുളിഞ്ഞ്, വസ്ത്രമൊക്കെ വൃത്തികേടായി ഒരാളിങ്ങനെ വളരെ ദുർഗന്ധമായിട്ട് എടുക്കുന്നത്. നമ്മൾ അയാളെ ഉപദ്രവിച്ചാലോ നമുക്കൊരു അടി അടിച്ചാലോ തോന്നിപ്പോകുമാറ് അയാളുടെ പെരുമാറ്റമൊക്കെ നമ്മുടെ അടുത്തുണ്ടാവില്ലേ? എന്നതുപോലെ തന്നെയാണ് ജിന്ന് വർഗത്തിന് അവരുടെ ഇഷ്ടം. ജിന്ന് വർഗത്തിൻ്റെ മോശം ജിന്നുകൾക്ക് ഇത്തരത്തിലുള്ള ആധികാരികമല്ലെങ്കിലും, ആധികാരികമല്ലാത്ത കാര്യം ഇവിടെ പറയാൻ പാടില്ല, പക്ഷെ ഞാനത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയാതെ, ഇതിനെപ്പറ്റി അറിവില്ലാത്തവർക്ക്. ജിന്ന് വസിക്കുന്ന വാസസ്ഥലങ്ങൾ എവിടെയാണെന്നുള്ള ചർച്ചയിൽ ചില പണ്ഡിതന്മാരെത്തിയ ഒരു നിഗമനം, അവർക്കിങ്ങനെ വാസസ്ഥലമൊന്നുമില്ല നമ്മളെപ്പോലെ. നമ്മളെവിടെയെങ്കിലും വീടുണ്ടാക്കി കൊടുന്നാരി അങ്ങനെയൊന്നും അവർക്കില്ല. അവർക്ക് എവിടെയും പറന്ന് പാറി നടക്കുന്ന ഒരു വിഭാഗമാണ് അവർ ഭൂമിയിലുണ്ടാവാം, മലകളിലുണ്ടാവാം. പക്ഷെ അവർ കൂടുതൽ ആഗ്രഹിക്കുന്ന, ചീത്ത ജിന്നുകൾ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ, ഈ ചളിയുള്ള വൃത്തികെട്ട സ്ഥലങ്ങളിലൊക്കെ അവർക്ക് വസിക്കാൻ കൂടുതൽ ഇഷ്ടമാണത്രേ എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷെ അല്ലാഹു ആലം, നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിവ് ഇല്ല. എന്നാലാവട്ടെ, മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ശാരീരിക ശുദ്ധി വളരെ പ്രധാനമാണ്. നഖം വെട്ടുക, കുളിച്ച് വൃത്തിയാവുക, എപ്പോഴും ശുദ്ധി ഉണ്ടാവുക, ബ്രഷ് ചെയ്യുക, 5 നേരം പല്ല് തേക്കുക. ഇതൊക്കെ വൃത്തി ഉണ്ടാവാൻ വേണ്ടി, ശരീരം, വസ്ത്രം വൃത്തി അത്ര ഉപയോഗിക്കുക. നല്ല ഗന്ധമുണ്ട്. അപ്പം ഗന്ധം, അതുപോലെ തന്നെ കാഴ്ച അവർക്ക് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതും 100% ശരിയാണെന്നോ തെറ്റാണെന്നോ ഞാൻ പറയൂല. അതൊക്കെ ഞാൻ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ അറിവ് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. എൻ്റെ അറിവിൽ തെറ്റുകളുണ്ടാവാം. അപ്പോൾ കാഴ്ചകൾ എന്തായാലും അവർക്കുണ്ട്, അവർ കാണുന്നുണ്ട്. കണ്ടതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന അവരുടെ നാട്ടിൽ പോയിട്ട് കേട്ടതുകൊണ്ടും അവരത് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാഴ്ചയും കേൾവിയും പിന്നെ അതുപോലെ തന്നെ മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കാനും ജിന്നുകൾക്ക് സാധിക്കും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമാണ് ഷെയ്ത്താൻ. അവരിതിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അവരുടെ മെയിൻ ഹോബി ഇതാണ്. ഷെയ്ത്താൻ്റെ മെയിൻ പണി ഇതാണ്. മനുഷ്യ മനസ്സുകളെ തെറ്റിക്കുക, അള്ളാഹിൻ്റെ ആബിദീങ്ങളായ അവസ്ഥയിൽ നിന്ന് മാറ്റി കാഫിറാക്കുക എന്നുള്ള പണി അത് ഷെയ്ത്താൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനല്ല, ഒരു ജിന്നല്ല, ലോകത്തെ മുഴുവൻ സ്വാധീനിക്കാൻ പറ്റുന്ന. അപ്പോൾ നമ്മൾ വൈഫൈയുടെ റേഞ്ച് കാണിക്കുന്നല്ലേ, അതുപോലെ അല്ല, റേഞ്ച് ഇപ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കാണണല്ലേ, പക്ഷെ അത് എല്ലായിടത്തും ഉണ്ടല്ലോ. റൂമിലൊക്കെ വൈഫൈ, മൊബൈൽ ടവർ എന്നുള്ള റേഞ്ച്, അല്ലെ സാറ്റലൈറ്റ് എന്നുള്ള കണക്ഷൻ, ഇതൊക്കെ എല്ലായിടത്തും കിട്ടുന്നില്ലേ? അതുപോലെ പിശാച് ലോകത്ത് എല്ലാ രാജ്യത്തും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് മനുഷ്യരെ വഴിതെറ്റിക്കാൻ നടക്കുന്നതാണ്. ജിന്നവർഗത്തിൽപ്പെട്ടതാണ് പിശാച്. അപ്പോൾ ഇത്രയാണ് പിശാച്. ഇപ്പം പിശാച് അഥവാ ജിന്നുവർഗം അള്ളാഹു ഇബാദത്ത് ചെയ്യാൻ മനുഷ്യരെ പോലെ അള്ളാഹു സൃഷ്ടിച്ച ഒരു വിഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. തെറ്റായ വിശ്വാസങ്ങൾ കൊണ്ട് നടക്കാതിരിക്കുക. ജിന്നുവർഗത്തിന് നമ്മളെ പ്രത്യേകിച്ച് ശാരീരികമായിട്ട് ഉപദ്രവം ചെയ്യാനൊന്നും സാധിക്കില്ല. പ്രത്യേകിച്ച് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കില്ല. ആത്മീയമായിട്ട്, മാനസികമായിട്ട് ജിന്ന് ബാധ ഏൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ചികിത്സയൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. പക്ഷെ അതൊക്കെ ബാധിക്കുക ആരെയാ? ആ രീതിയിൽ ജീവിക്കുന്നവരെയാണ്.
അള്ളാഹുവിൻ്റെ ആബിദീങ്ങളായി, അള്ളാഹുവിൻ്റെ മുത്തഖികളായി, അള്ളാഹുവിൻ്റെ അടുത്തവരായി, അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദിൽ വീഴുന്നവരായി, അള്ളാഹു നിരന്തരം ദിക്റിലും ഫിക്റിലും ഓർത്ത് നാവിൽ ബിസ്മിയും ഹംദും സ്വലാത്തുമായി നടക്കുന്ന ഒരാൾക്ക് സാധ്യമല്ല, അവർക്ക് അടുക്കാൻ സാധിക്കില്ല. ഏത് പിശാചിനും നമ്മുടെ ശരീരത്തിലേക്ക് അടുക്കാൻ സാധിക്കും. അതുകൊണ്ടല്ലേ അഴുത് പറഞ്ഞ എത്ര അടി അങ്ങ് മാറി നിൽക്കുന്നതാണ്. ബിസ്മി ചൊല്ലിയിട്ട് ഭക്ഷണം കഴിക്കുമ്പേ ചുണ്ടോട് ഒരു ഗ്ലാസ് വെള്ളം ചേർക്കുമ്പോൾ ബിസ്മി ചൊല്ലിയാൽ ഇബ്ലീസ് ആ പരിസരത്ത് നിന്ന് ഓടുന്നതാണ്. എന്നുവെച്ചാൽ അതൊക്കെ ഓടുതന്നെ ചെയ്യും. അതിന് അങ്ങനെ മാറി നിൽക്കേണ്ടി വരും. ആ റേഞ്ചൊക്കെ അവിടെ പോവും. പിന്നെ നമ്മുടെ അടുത്തുനിന്ന് ആ സംഭവത്തെ അവിടെ ഇല്ലാതെയാവും. ഇത് നമ്മുടെ വിശ്വാസമാണ്, ഇത് സത്യമാണ്, ഇത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. അപ്പോൾ ജിന്ന് വർഗത്തിൽപ്പെട്ട ചെകുത്താനെയാണ് നമ്മൾ ആകെ ഭയപ്പെടേണ്ടതുള്ളൂ. ഭയപ്പെടുക പറഞ്ഞാൽ ആ അർത്ഥത്തിലല്ല. പിന്നെ അള്ളാഹുവിൻ്റെ രക്ഷ നമുക്കുണ്ടെങ്കിൽ ഇതിനൊന്നും പേടിക്കേണ്ടിയില്ല. രക്ഷ ഉണ്ടാകണേ നമ്മളത് തേടണം. വെറുതെ തേടാതെ നമ്മൾ തോന്നിയ പോലെ ഭക്ഷണം കഴിക്കുക, ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് പ്രശ്നം വരിക. അപ്പോൾ ഇബ്ലീസ് എന്നുള്ളത് ജിന്ന് വർഗത്തിൽപ്പെട്ട ഒരു വിഭാഗമാണെന്നും ആ വിഭാഗം മനുഷ്യൻ്റെ മനസ്സിനെ എൻ്റെ നിങ്ങളുടെയൊക്കെ മനസ്സിലിങ്ങനെ നിരന്തരം വഴികേടിലേക്ക്, തെറ്റിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാനുള്ള ദുർബോധനം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പൈശാചികമായ ഒരു അവസ്ഥയാണ്, പിശാചിൻ്റെ ഒരവസ്ഥ ഉണ്ടെന്നും അതിന്ന് മോചനം നമുക്ക് ബിസ്മിയിലൂടെയും അഴുതുവിലൂടെയും സൽക്കർമ്മങ്ങളിലൂടെയും ജീവിത വിശുദ്ധിയിലൂടെയും ശരീരശുദ്ധിയിലൂടെയും ആത്മീയ ശുദ്ധി, അത് പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. ഇബ്ലീസിനെ നമുക്ക് പ്രതിരോധിക്കാൻ ആകെ ഏറ്റവും വേണ്ടത് ശരീരശുദ്ധി വേണം. അതിനേക്കാൾ കൂടുതൽ വേണ്ട ആത്മശുദ്ധിയാണ്. എന്താണ് ആത്മശുദ്ധി? മനസ്സിന്ന് കറകളൊക്കെ മാറ്റണം. ഏറ്റവും മാറ്റേണ്ട ഏറ്റവും ഒന്നാമത്തെ കറ അഹങ്കാരം എന്ന ഞാനൊരു മഹാസംഭവമാണ്. ഈ ഒരു വിചാരം എന്ന് നമ്മൾ മാറ്റണോ അന്ന് ഇബ്ലീസിൻ്റെ പിടുത്തത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. കാരണം അതിൽ ഇബ്ലീസ്, അഹങ്കാരത്തിൽ നിന്നാണ് എൻ്റെ പണം, എൻ്റെ അധികാരം, ഞാൻ വീട്ടിലെ മൂത്ത കാരണവനാണ്, ഞാൻ വലിയ ആളാണ്, ഞാൻ അറിവുള്ളവനാണ്, ഞാൻ ഒരുപാട് പൈസ ഉള്ള ആളാണ്, ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഞാൻ ഖുത്ബ പറയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വയലൊക്കെ പറയുന്ന ആൾക്കാർ കേട്ടാണ്, ഞാൻ നിങ്ങളോട് അതിശക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ നിങ്ങളോട് ഉപദേശിക്കുകയാണ്. ആരാണ് നീ? അല്ലേ, തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ആരാണ് നീ അതൊക്കെ പറയാൻ? നീയല്ല ഇവിടെ. അപ്പോൾ ഞാനെന്ന വ്യക്തി നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ വലിയൊരു സംഭവമെന്ന് പറയാൻ പാടില്ല. ആ രീതിയിലുള്ള സംസാരം എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല. അള്ളാഹിൻ്റെ കലാമ് നിങ്ങൾക്ക് അള്ളാഹ് പറഞ്ഞതുപോലെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ പറഞ്ഞു തരിക. അങ്ങനെ പറയാൻ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റുള്ളൂ. അല്ലാതെ അതിലപ്പുറത്തേക്ക് ഒരു മഹത്വവും, ഒരു പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി വിളിച്ചിട്ട്, എത്രയാ പേര് അങ്ങനെ ഫോണിൽ വിളിക്കുന്ന, ഫോൺ എടുക്കും. പരമാവധി സമയത്തൊക്കെ ഞാൻ ഫോൺ എടുക്കാറുണ്ട്, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യും. പക്ഷേ അവരോടൊക്കെ പറയാനുള്ളത്, അവരുടെ ഒരു പക്ഷേ ഞാൻ ഈ ഒരു ക്ലാസ് എടുക്കുന്നതിനേക്കാൾ അപ്പുറം അവരുടെ മനസ്സ് ഇത്രയും ഈ ക്ലാസ് കേൾക്കുമ്പോൾ അവരുടെ മനസ്സെടുക്കുന്നുണ്ടെങ്കിൽ, മനസ്സ് ഭയവിഹ്വലമാകുന്നുണ്ടെങ്കിൽ, വജിലത്ത് ഖുലൂബുഹും സാദത്തുഹും ഈമാന, അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞതല്ലേ, ഖുർആൻ സാക്ഷ്യമല്ലേ. എന്താ പറഞ്ഞത്? ഖുർആൻ്റെ വചനങ്ങൾ കേട്ടാൽ, അള്ളാഹുവെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടായാൽ അവരുടെ മനസ്സുകൾ ഭയവിഹ്വലമാകും, അവരുടെ മനസ്സുകൾ വിറക്കാൻ തുടങ്ങും, അവരുടെ മനസ്സുകളിൽ അള്ളാഹുവോടുള്ള ഖുശൂഅ് വർദ്ധിക്കും, തഖ്വ വർദ്ധിക്കുമെന്ന് അള്ളാഹു സാക്ഷ്യപ്പെടുത്തിയ കാര്യമാണ്. ആരുടെ? ഈമാനുള്ളവരുടെ. അതിൻ്റെ പേരിൽ ഞങ്ങളുടെ മനസ്സ് പെട്ടെന്ന് വിളിച്ചിട്ട്, ഉസ്താദേ വല്ലാത്തൊരു ക്ലാസ്സാണ്, എൻ്റെ മനസ്സ് വല്ലാതെ വിങ്ങാണ്, ഇത് കേൾക്കാൻ പറ്റുന്നില്ല. ഒരാൾ പൊട്ടി കരഞ്ഞു വിളിച്ചിട്ട്, കേൾക്കാൻ കഴിയണില്ല എന്ന്, തുടരാൻ പറ്റുന്നില്ല. പലപ്പോഴും ഇങ്ങനെ ക്ലാസ് കേൾക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കരഞ്ഞു പോവാണ് ആളുകൾ. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഖൽബിൻ്റെ ഈമാനാണ് അത്, വേറെ ലെവലാണ്. നിങ്ങളുടെ മനസ്സിലുള്ള ഈമാൻ, വിശ്വാസത്തിൻ്റെ ഉറപ്പാണത്. അള്ളാഹു നിങ്ങൾ അനുഗ്രഹിച്ചിട്ടുണ്ട്, അള്ളാഹിൻ്റെ നിഅമത്തിലാണ് നിങ്ങൾ. അതുകൊണ്ടാണ് ഇതൊന്നും കേട്ടിട്ട് ഒരു കുലുക്കുമില്ലാതെ, മനസ്സിൽ അള്ളാഹുവെ പറ്റി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒന്നുമില്ലാതെ, ഇങ്ങനെ ഒരു വികാരമില്ലാത്ത നിർവികാരത്വം നിങ്ങളുടെ മനസ്സിലുണ്ടോ? സൂക്ഷിക്കണം. പിശാച് ബാധിച്ചിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിന്, അല്ലേ? ഈ ആയത്തുകളും ഖുർആൻ്റെ ആയത്തുകളും അതിൻ്റെ തഫ്സീറുകളൊന്നും, ഇങ്ങനെയുള്ള ദീനീ വയലുകളും പ്രഭാഷണങ്ങളും ഒന്നും നിങ്ങളുടെ മനസ്സിൽ ഒരു രീതിയിലുള്ള സ്വാധീനം ഉണ്ടാക്കണില്ലെങ്കിൽ, സ്വാധീനിക്കപ്പെട്ട ശക്തി പിശാചാണ്. അതുകൊണ്ട് ആ പിശാചിൽ നിന്ന് ഓടി അകലുക, അതിനെ അകറ്റി മാറ്റുക. നമ്മുടെ മനസ്സിൽ പൈശാചികത കടന്നുകൂടാതെ നമ്മളെ കാക്കുക. എപ്പോഴും പതിവാക്കുക. ആയത്തുൽ കുർസി പതിവാക്കുക. അവസാനത്തെ സൂറത്തുന്നാസും ഫലക്കും ഇഖ്ലാസും മുഅവ്വിദത്തൈനി, 3 സൂറത്തുകളും പതിവാക്കുക. അതുപോലെ തന്നെ
സൂറത്തുൽ ബഖറയിൽ ആമനർ റസൂൽ വളരെ പ്രധാനമാണ്. ഇതൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുക, അർത്ഥറിഞ്ഞ് ചൊല്ലണം കേട്ടോ. അതാണ് ഈമാൻ തട്ടിയിട്ട്. ഇതൊക്കെ വലിയ പണിയാണോ? ഒരു 3-4 സൂറത്തിൻ്റെ അർത്ഥം പഠിക്കൽ, ഓരോ വേർഡ് വെച്ചിട്ട് അർത്ഥം പഠിച്ച് മനസ്സിലാക്കി വെക്കുന്നിട്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. അത് പ്രാർത്ഥനയാണ്, രക്ഷതടലാണ്, പരിചയമാണ്. ഈ സൂറത്തുൽ ഫലക്കും നാസുക്കർ അതിൻ്റെ തഫ്സീർ ഇതിലുണ്ടല്ലോ, ഈ പ്ലേലിസ്റ്റ് ഉണ്ടല്ലോ, നിങ്ങളെടുത്ത് കേട്ട് നോക്കൂ. ഒരു വലിയ പ്രൊട്ടക്ഷനാണ്, ഒരു പരിചയമാണ് പൈശാചികതയിൽ നിന്ന്, ഈ ചീത്ത ജിന്നുകളിൽപ്പെട്ട പിശാച് വർഗത്തിൽ നിന്നുള്ള പരിചയം. അള്ളാഹുവോട് നമ്മൾ തേടുമ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടുള്ളൂ, അല്ലാതെ നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ജിന്ന് വർഗത്തെ പറ്റിയുള്ള ഇല്ലാത്ത ധാരണകളും അബദ്ധധാരണകളും അല്ലെങ്കിൽ അനാവശ്യമായ ഭയമൊന്നും ഒരിക്കലും നമ്മുടെ മനസ്സിൽ വെച്ചേക്കരുത്. അവർക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, തന്നെ അത്യന്തിക നമ്മളൊന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മളെ ഖുർആൻ്റെ അഹ്ലുകാർ ഇൻഷാ അല്ലാഹ്, അതാണ് നമ്മുടെ വിശ്വാസം. നമ്മളാണ് ജിന്നിനേക്കാളും ഉന്നതന്മാർ. ഔന്നിത്യം നമുക്ക് കർമ്മം കൊണ്ട്, വിശുദ്ധി കൊണ്ട്, ജീവിത വിശുദ്ധി കൊണ്ട്, ആത്മവിശുദ്ധി കൊണ്ട് നമുക്ക് അവരെ പ്രതിരോധിക്കാൻ സാധിക്കും. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ഇൻട്രോ ഇത്രയധികം പറയുന്നത്. ഇന്ന് കേരളീയ മലയാളി മുസ്ലിം സമൂഹത്തിൽ പല അബദ്ധധാരണകൾ ജിന്നുകളുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. അവർക്ക് നമ്മളൊന്നും ചെയ്യാൻ സാധിക്കില്ല, നമ്മൾ വിശ്വാസികളാണെങ്കിൽ. അല്ലാത്തവരെ കാര്യം പിന്നെ ഒരു നോക്കിക്കോട്ടെ, നമ്മളതിനെപ്പറ്റി ടെൻഷൻ അടിക്കേണ്ട. കാഫിറുകളായ ആളുകൾ, സത്യനിഷേധികൾ, സിഹർ ചെയ്യുന്നവർ, അവർ അവരുടെ പാട്ടിന് വിട്ടേക്കുക. നമ്മൾ അള്ളാഹിൻ്റെ കലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശാരീരിക മാനസിക ശുദ്ധിയിൽ കർമ്മപദത്തിൽ മുന്നോട്ട് പോവുക. പരമാവധി സന്ദർഭത്തിൽ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ബിസ്മി ചൊല്ലാനും അഊദു ബില്ല ചൊല്ലാനും ഈ ദിക്റുകളും അള്ളാഹിൻ്റെ ദിക്റിലും ഫിക്റിലുമായിട്ട് മുന്നോട്ട് പോവുക എന്ന ഒറ്റ വാക്കോടുകൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ സൂറത്തിലേക്ക്, ഇത്രയും ഇൻട്രോ പറഞ്ഞിട്ട് വേറെ ഒരു സൂറത്ത് നമ്മൾ തുടങ്ങിയില്ല എന്ന് തോന്നുന്നു. പക്ഷേ അത് നമ്മൾ പറയേണ്ട വിഷയമായതുകൊണ്ട് നമ്മൾ പറയാതിരിക്കാനും നിർവാഹമില്ല. കുൽ വഹി. അപ്പോൾ ഇവിടെ ഈ ഒരു വഹി, അള്ളാഹുവിൻ്റെ വഹയിനെ പറ്റിയുള്ളൊരു വർത്താനം ജിന്ന് വർഗം അവിടെ പോയിട്ട് അവരുടെ ഞങ്ങൾ ഇന്ന സമഅന ഖുർആനൻ അജബ, അത്ഭുതകരമായ ഒരു ഖുർആൻ ഞങ്ങൾ കേട്ടു. ആ കേട്ട കഥ അവിടെ പോയിട്ട് പറയാണ്. ഖുർആന്റെ പ്രത്യേകത യഹ്ദീ ഇലർ റുഷ്ദി ഫആമന്നാ ബിഹി, അത് നിർവയിലേക്ക്, റുഷ്ദിലേക്ക്, റാഷിദാണ്, റുഷ്ദിലേക്ക്, സത്യവഴിയിലേക്ക്, നേർവഴിയിലേക്ക് നയിക്കുന്നതാണ്. ഞങ്ങളതിൽ വിശ്വസിച്ചിട്ടുണ്ട്. അവരവരെ നാട്ടിൽ പോയിട്ട് പറയാം. അവരുടെ കൂട്ടത്തിൽ, അവരുടെ ഗ്യാങ്ങിൽ പിശാചിൻ്റെ ഒക്കെ എടുത്തു പോയിട്ട് ജിന്ന് വർഗത്തിൽപ്പെട്ട ഒരു വിഭാഗം പിശാജ് ആ ടീമിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പിശാജ് ഒരു വിഭാഗമാണ്, ഒരു കാറ്റഗറിയാണ്. ഇപ്പോൾ കാലികളിൽ തന്നെ പശുണ്ട്, പോത്തുണ്ട്, ആടുണ്ട്, എരുമുണ്ട്. അതുപോലെ പിശാജ് ഒരു വിഭാഗമാണ് ജിന്നുവർഗത്തിലെ. അത് അവർ കഴുത എന്ന് പറഞ്ഞാൽ അങ്ങനെ 4 കാലിയാണല്ലോ, കഴുതയിൽപ്പെട്ട ഒരു വിഭാഗമാണ് ഈ പിശാജ്. അതിലേക്കാളപ്പുറം അവർക്ക് വിശേഷം കൊടുക്കാനൊന്നുമില്ല, കഴുതകളാണ്. കാലിവർഗത്തിൽപ്പെട്ട, 4 കാലികളിൽപ്പെട്ട കഴുതകൾ എത്രത്തോളം മോശമാണോ എന്ന് വെച്ചാൽ ബുദ്ധിയില്ലാത്ത എത്രത്തോളം അങ്ങനെ ഒരു ജീവിയാണോ അത്രയും മോശപ്പെട്ട ജീവിയാണ് ഇബ്ലീസ്, പിശാച്, ജിന്നവർഗത്തിൽപ്പെട്ട. അപ്പോൾ യഹ്ദി ഇലർ റുഷ്ദി, സത്യത്തിൽ വിശ്വസിക്കുന്ന സത്യജിന്നുകൾ അവിടെ പോയിട്ട് പറയാ ഫആമന്നാ ബിഹി, ഞങ്ങളെല്ലാവരും അതിൽ വിശ്വസിച്ചിട്ടുണ്ട്. വലൻ നുശ്രിക ബിറബ്ബിനാ അഹദ, ഞങ്ങളതുകൊണ്ട് ആരിലും അള്ളാഹുവിൽ പങ്കു ചേർക്കൂല. അപ്പോൾ പങ്കു ചേർക്കാനും തെറ്റ് ചെയ്യാനും ശിർക്ക് ചെയ്യാനും കുഫർ ചെയ്യാനും ഒക്കെ മനുഷ്യരെ പോലെ ജിന്നുകൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നും ഈ ആയത്ത് നമുക്ക് മനസ്സിലാക്കാം. വഅന്നഹു തആല ജദ്ദു റബ്ബിനാ മത്തഖദ സാഹിബതൻ വലാ വലദ. വഅന്നഹു തആല ജദ്ദു റബ്ബിനാ, അള്ളാഹുവിൻ്റെ ജദ്ദുണ്ടല്ലോ, ആ വലിയ പദവിയുണ്ടല്ലോ, മഹത്വമുണ്ടല്ലോ. റബ്ബിന, നമ്മുടെ റബ്ബിൻ്റെ, മത്തഖദ സ്വാഹിബതൻ വലാ വലദ, അതുകൊണ്ട് തന്നെ അള്ളാഹു ഒരു സ്വാഹിബത്തിനെയോ ഒരു സഖിയെയോ ഒരു വിവാഹം ചെയ്തിട്ടില്ല. അള്ളാഹു വിവാഹം ചെയ്യുകയോ അല്ലെങ്കിൽ കുട്ടി ഉണ്ടാകുന്ന. അപ്പം ഈ വർത്താനങ്ങൾ ഇപ്പോൾ ലോകത്ത് മനുഷ്യർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ, പടച്ചവൻ്റെ മക്കൾ, ദൈവപുത്രൻ, ക്രൈസ്തവ ലോകം ചില ആളുകളെങ്കിലും പറയുന്ന കാര്യങ്ങൾ, ദൈവപുത്രൻ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ പറയുന്ന വർത്താനം, അതൊന്നുമില്ല. അള്ളാഹു പരിശുദ്ധനാണ്, അള്ളാഹു ഔന്നത്യവാനാണ്, സഖിയില്ല, പത്നിയില്ല, മക്കളില്ല. ഇതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നിന്ന്. وأنه كان يقول سفيهنا على الله شططا,
നമ്മുടെ കൂട്ടത്തിലെ ചില ആൾക്കാർ അലല്ലാഹുവിനെ പറ്റി അക്രമപരമായ പല കാര്യങ്ങളും പറഞ്ഞു നടക്കുന്നുണ്ട്. ഇതൊക്കെ സത്യം അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ അവരുടെ കൂട്ടത്തിൽ പോയിട്ട് പറയാ, വഅന്നാ ളനന്നാ അല്ലൻ തഖൂലൽ ഇൻസു വൽ ജിന്നു അലല്ലാഹി കദിബാ. മനുഷ്യരും ജിന്നുകളും അള്ളാഹുവെക്കുറിച്ചൊരിക്കലും കള്ളം പറയില്ല എന്നാ നമ്മൾ വിചാരിച്ചത്. പക്ഷെ നമ്മളൊന്നും വിചാരിച്ച പോലെയല്ല. ഇത് ആരോടാ പറയണേ? ജിന്നിൻ്റെ കൂട്ടരോട് പറയാ. നമ്മൾ വിചാരിച്ചത് ജിന്നുകളും മനുഷ്യരൊക്കെ വിശുദ്ധരാണ്. ജിന്നുകളെ പാവപ്പെട്ട സാധുക്കളായ ജിന്നുണ്ട്, വളരെ പച്ച പാവങ്ങളാ. അവർ പോയി പറയുന്ന വാക്ക. നമ്മൾ വിചാരിച്ചത് മനുഷ്യരും ജിന്നുകളൊന്നും അള്ളാഹിനെ പറ്റി കള പറയില്ല എന്നല്ലേ. അതല്ല സത്യം. മനുഷ്യരിലും ഉണ്ട് കാഫിറുകൾ, അവരും തെറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. അള്ളാഹു ഏകനാണ്, മക്കളില്ല. ഇവിടെയും കളവ് പറഞ്ഞെടുക്കണം. നമ്മുടെ ജിന്ന് വർഗത്തിൽപ്പെട്ട ചെകുത്താനും അവൻ്റെ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ തെറ്റുകാരാണ് എന്ന സത്യം ജിന്ന് വർഗത്തിലെ ഒരു വിഭാഗം അവിടെ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണത്തെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ പോയിട്ട് പറഞ്ഞു കൊടുക്കുകയാണത്രേ. ഇത് അള്ളാഹു ഇതിനെപ്പറ്റി അറിഞ്ഞുകൊണ്ട് ഈ ഇൽമ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മളിൽ എത്തിച്ചതാണ്. നബിക്ക് ഇത് സാധ്യമല്ല. ഈ ജിന്ന് അവിടെ പോയി പറഞ്ഞൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുപോലുമില്ല. وأنه كان رجال من الإنس يعوذون برجال من الجن فزادوهم رهقا. എന്നിട്ട് അവർ പറയാ, വഅന്നഹു കാന റിജാൽ, ചില ആൾക്കാർ മനുഷ്യരിൽ ചില ആൾക്കാർ റിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖ. ജിന്നുകളിൽ ചില ആൾക്കാർ ചിലരോട് ശരണം തേടാറുണ്ടായിരുന്നു. നാട്ടിലുള്ള മനുഷ്യന്മാരിൽ ചില ആൾക്കാർ നമ്മുടെ ജിന്നുവർഗത്തിൽപ്പെട്ട ആൾക്കാരോട് ശരണം തേടുന്നുണ്ട്. അതുകൊണ്ടാണ് അവരുടെ അഹങ്കാരം വർദ്ധിച്ചത്. ജിന്നുകളിൽ നല്ലൊരു ശതമാനം പേരും അഹങ്കാരികളായിട്ടുണ്ട്. ആ അഹങ്കാരമാണ് അവരെ ഈ തരത്തിലേക്ക് ചെകുത്താന്മാരായിട്ട് മാറ്റിയത്. ചെകുത്താൻ എന്ന വിഭാഗമാണ് അഹങ്കരിച്ചത്. അഹങ്കാരം വരാനുള്ള കാരണം, അഹങ്കാരമുള്ളവരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അളവ് നമ്മുടെ മനസ്സിൽ അഹങ്കാരം ഉണ്ടോ സ്വർഗത്തിൽ കിടക്കൂല. അഹങ്കാരം വലിയ പ്രശ്നമാണ് പ്രിയമുള്ളവരെ. ഞാൻ വലിയവനാന്നുള്ളൊരു ചിന്ത കൊണ്ട് നടക്കരുത്. വിനയം കാണിക്കണം. നമ്മൾ ഖുർആൻ പറഞ്ഞല്ലോ, ലൻ തഹരിക്കൽ അർള വലൻ തബ്ലു അൽ ജിബാല തൂല. നിങ്ങൾക്ക് ഭൂമി ചവിട്ടി പുലർത്താൻ കഴിയുമോ? ഇല്ല. വലിയ മലയോളം പർവ്വതത്തോളം ശരീരം വലുതാക്കാൻ കഴിയുമോ? ഇല്ല. പിന്നെ എന്തിനാണ് നമ്മൾ ആളായി നടക്കുന്നത്? ഇന്നോ നാളെ മരിച്ചു പോകേണ്ടവരാണ്. എന്തിനാണ് ഈ പകയും വിദ്വേഷവും പരസ്പര വൈര്യവും കൊണ്ട് നടക്കുന്നത്? സ്നേഹത്തോടെ ജീവിച്ചുകൂടെ ഒരു കൊച്ചു ജീവിതം? ഇതാ അള്ളാഹ് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മളത് മനസ്സിലാക്കണം. നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലും, നമ്മളെ വീട്ടിലുള്ള കുട്ടികളടക്കം, അവരുടെ മുമ്പിലൊക്കെ നമ്മൾ എന്തിനാണ് ഈ ജാട കാണിക്കുന്നത്? ആരുടെ മുമ്പിലാണ് നമ്മൾ ആളാവുന്നത്? നമ്മൾ ആരും അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടത്താണ്. ഒരു അറിവുള്ള ആളാണോ വിനയം കാണിക്കും. വിവരം എന്ന് പറഞ്ഞാൽ വിവരാണ്. വിനയമുള്ളവന് അറിവുണ്ടാവുള്ളൂ. വിജ്ഞാനമുള്ളവന് വിവരം ഉണ്ടാവും. വിവരമുള്ളവന് വിനയം ഉണ്ടാവും. വിനയം എന്നുള്ള പറഞ്ഞത് അമൂല്യമായ ഒരു നിധിയാണ്. അത് നമ്മിലൊക്കെ ഉണ്ടാവണം. അഹങ്കാരമായിട്ട് നമ്മൾ ജീവിക്കരുതേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അഹങ്കാരം പിശാചിൻ്റെ സ്വഭാവമാണ്. പിശാച് അഹങ്കരിച്ചത് കൊണ്ടാണ് സ്വർഗത്തു നിന്ന് പുറത്താക്കപ്പെട്ടതും നാളെ സ്വർഗത്തിൽ കടക്കാൻ പറ്റാതെ നമ്മൾ പുറത്ത് നിൽക്കേണ്ടി വരുന്നതും അഹങ്കാരം കൊണ്ടാവും. അതുകൊണ്ട് അഹങ്കാരം കാണിക്കരുതേ, വിനയത്തോടെ ജീവിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും ഞാനെല്ലാം നിങ്ങളോട് ഉപദേശിക്കും. അത് ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഉത്ബോധിപ്പിക്കാൻ. അതുകൊണ്ട് അങ്ങനെ പറയാം. എന്നോടെന്ന പോലെ നിങ്ങളോടും ഉത്ബോധിപ്പിക്കുകയാണ്. وأنهم ظنوا كما ظننتم أن لن يبعث الله أحدا. അള്ളാഹു ആരെയും പ്രവാചകനായി നിയോഗിച്ചിട്ടില്ലെന്ന് കരുതിയപ്പോലെ അവരവരുടെ ഡിസ്കഷൻ നോക്ക്. അവരോട് പറയാം, നമ്മൾ ഊഹിച്ചിട്ടില്ലേ, ആരെയും പ്രവാചകനായിട്ട് നിയോഗിച്ചില്ലെന്ന് നമ്മൾ കരുതിയ പോലെ ഓരും കരുതിയിട്ടുണ്ടായിരുന്നു. ഓരോ നാട്ടിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഓരോ നാട്ടിൽ ഞങ്ങൾ പോയിട്ട് വരിക, അവിടെയുള്ള ആളുകൾ ചീത്ത മനുഷ്യന്മാരുണ്ട്. നമ്മൾ വിചാരിച്ച പോലെയല്ല. നമ്മൾ വിചാരിച്ച മനുഷ്യന്മാരൊക്കെ നല്ലവരാണെന്നല്ലേ. എന്നാൽ അങ്ങനെയല്ല. ചീത്ത മനുഷ്യന്മാരുണ്ട്, കാഫിരീങ്ങളുണ്ട്, അക്രമികളുണ്ട്. മാത്രമല്ല അവിടെ ഒരു പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചപ്പോൾ ആ നാട്ടുകാരത് എതിർക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ അവരൊക്കെ വിചാരിക്കുന്നുണ്ട്.
ഇതിൻ്റെ രഹസ്യങ്ങളറിയാൻ ജിന്നുകളൊരു യാത്ര പോവുകയും ചെയ്തിട്ടുണ്ട്. ജിന്നുകൾ പലപ്പോഴും, ജിന്നുകൾ പറഞ്ഞല്ലോ, ശരവേഗം എന്ന് പറഞ്ഞാൽ അത് ചെറുതായി പോവും. അതിനേക്കാൾ മിസൈൽ പോകുന്ന, റോക്കറ്റ് പോകുന്ന, അല്ലെ സൂപ്പർസോണിക് വിമാനങ്ങൾ പോകുന്നതിനേക്കാൾ പ്രകാശവേഗത, ഏറ്റവും വലിയ വേഗത ഇപ്പോൾ പ്രകാശവേഗതയാണ്. ലക്ഷക്കണക്കിന് മൈലപ്പുറത്തുള്ള സൂര്യപ്രകാശം സെക്കൻഡുകൾ കൊണ്ട് ഭൂമിയിലെത്തുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ വേഗത. പക്ഷേ അമിനോഡ്സിനെ പറ്റിയൊക്കെ ഇപ്പം പുതിയ ശാസ്ത്രീയ കണ്ടെത്തലുകൾ വരുന്ന പ്രകാശവേഗതയേക്കാൾ ഇന്നലെ പുറപ്പെട്ട് എത്തും അത്രേ. ഇന്ന് പുറപ്പെടുന്ന ഒരു ഇന്നലെ തന്നെ അവിടെ എത്തും. അത്രമേൽ വേഗതയിൽ ഭൂതകാലത്തെ വരെ സ്വാധീനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വേഗത നമ്മുടെ അറിവിൻ്റെ അപ്പുറത്തുള്ള മുത്തശാബിഹാത്തായിട്ടുള്ള വിഷയമാണ്. അതിലേക്ക് അധികം കിടക്കണില്ല. പക്ഷേ അത്രക്കും അതിശക്തമായ വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റുന്ന ജിന്നുകൾ, അവർക്ക് പരിധിയുണ്ട്, ബൗണ്ടറി ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് അവർക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ ആകാശത്തെ രഹസ്യങ്ങൾ അറിയാൻ അവർ സ്വർഗലോകത്തേക്ക് അല്ലെ നരകത്തിലേക്കൊക്കെ രഹസ്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അവർ വലിയ യാത്ര, മനുഷ്യ ഇപ്പോൾ ബഹിരാകാശത്തേക്കൊക്കെ യാത്ര നടത്തുന്നില്ലേ, അതുപോലെ അവരും യാത്ര നടത്താറുണ്ട് അത്ര. അങ്ങനെ അവർ യാത്ര നടത്തിയപ്പോൾ അഗ്നികൾ, അതിൻ്റെ കാവൽക്കാർ എന്ന് വെച്ചാൽ മലക്കുകളാണ്, കാവൽക്കാർ അവരെ തടഞ്ഞു. ഷദീദായിട്ടുള്ള ശക്തമായ കാവൽക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഷദീദായിട്ടുള്ള കാവൽക്കാർ, തീജ്വാലകൾ അവരെ തടഞ്ഞു എന്നാണ്. അപ്പോൾ ഇവർ ഓൾറെഡി ഫയറാണ്, പക്ഷേ ആ ഫയറൊന്നും അങ്ങോട്ട് കിടക്കാൻ പറ്റാത്ത ഫയറാണ്. മാത്രമല്ല നരകത്തിൽ ജിന്നുകൾക്ക് ഫയർ തന്നെയാണ്. അപ്പോൾ തീയിലിട്ട പൊള്ളു എന്നൊക്കെ ചോദിക്കുന്നവരോട് അള്ളാഹു ആലം, അതൊക്കെ അള്ളാഹുവിൽ പെട്ട കാര്യമാണ്. തീ നമ്മൾ കണ്ട തീ ആയിരിക്കണം എന്നില്ല, പരലോകത്തും സ്വർഗത്തിലും ഒക്കെ കാണാൻ പോകുന്ന തീ ഇതിനേക്കാൾ കരിച്ചു കളയുന്നു. അപ്പം നരകത്തിൻ്റെ തീയെ പറ്റി തന്നെ പറയണില്ലേ, ഭൂമിയിലെ തീ അല്ലല്ലോ നരകത്തിലെ തീ. ഇപ്പോൾ ഭൂമിയിലെ തീ എന്ന് പറഞ്ഞാൽ നോർമലി ഇപ്പോൾ ഒരു മനുഷ്യനെ പറയാൻ പാടില്ല, ഒരു മനുഷ്യനെ പൊരിച്ച്, ഒരു ചിക്കനൊക്കെ പൊരിക്കുന്ന പോലെ ഒരു മനുഷ്യനെ ഫുൾ ഫയർ ഇട്ട് കത്തിച്ചാലും കത്തിയൊക്കെ കരിഞ്ഞു കഴിഞ്ഞാൽ ആ എല്ലുകളങ്ങനെ കിടക്കാടെ. നമ്മൾ ഇറച്ചി ഇങ്ങനെ ചുരണ്ടി എടുത്തു കഴിഞ്ഞാൽ, ഇറച്ചി ഇങ്ങോട്ട് പൊടിച്ചെടുത്താൽ എല്ലാം അവിടെ വെള്ള കളറിൽ തന്നെ പലതും അവിടെ കിടക്കും. എല്ലുകളൊന്നും അങ്ങനെ കരിയൊന്നുമില്ല. അത്രക്കും സ്ട്രോങ് ആണ് മനുഷ്യൻ്റെ എല്ലുകൾ. അതുകൊണ്ടല്ലേ പല്ലുകളൊക്കെ എത്ര കാലം കഴിഞ്ഞാലും മണ്ണിൻ്റെ അടിയിലെടുത്താൽ എല്ലുകളൊക്കെ അങ്ങനെ കിട്ടും. അത്ര സ്ട്രോങ് ആണ്. വർഷങ്ങളോളം കഴിയണം, വർഷങ്ങളോളം കഴിയുമ്പോൾ ഈ എല്ലുകളൊക്കെ മണ്ണായി തീരും. അപ്പോൾ നരകത്തിൽ തീ പറയുന്നില്ല, ഈ ഗീബത്ത് നമീമത്ത് പറഞ്ഞെടുക്കുന്നവർ, വൈലുല്ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ, കുറ്റം പറഞ്ഞെടുക്കുന്നവർ, മറ്റുള്ളവരെ ഇറച്ചി പച്ചക്ക് തിന്നെടുക്കുന്ന ആളുകൾ, കുറ്റപ്പെടുത്തുന്നവർ, കളിയാക്കുന്നവർക്ക് ഹുത്തമ എന്ന് പറഞ്ഞ ശിക്ഷയെ പറ്റി സൂറത്തുൽ ഹുമസയിൽ നമ്മൾ ചർച്ച ചെയ്തില്ലേ, എല്ലുവരെ കരിച്ചു കളയുന്നത്. فمن يستمع الآن يجد له شهابا رصدا. ആകാശത്തെ കാര്യ പറയുന്നത്. ആകാശത്തവർ അവരങ്ങനെ ഇരിക്കാറുണ്ടായിരുന്നു. മിൻഹ, ചില മക്കായത്, ചില സെൻറ്ററുകളിലൊക്കെ പോയിട്ട് ഇബ്ലീസ് അല്ലെങ്കിൽ പിശാചിൽപ്പെട്ടവർ അല്ലെ ജിന്നവർഗത്തിൽപ്പെട്ടവർ, അവർക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റുമല്ലോ. മനുഷ്യരെ പറ്റി ലിമിറ്റില്ലല്ലോ. ആകാശത്തൂടൊക്കെ അതിവേഗതയിൽ അവർക്ക് യാത്ര ചെയ്യാൻ പറ്റും. അങ്ങനെ യാത്ര ചെയ്തിട്ട് അവർ അങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട്, അവരങ്ങനെ കട്ട് കേൾക്കാനും അല്ലെങ്കിൽ പലതിനെ പറ്റി രഹസ്യങ്ങൾക്കൊക്കെ വേണ്ടി ചിലർ പോകാറുണ്ടായിരുന്നു. പക്ഷേ ഷിഹാബർ റസദ, വലിയ വലിയ ഷിഹാബ്, നമ്മൾ ആ ഷിഹാബ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ബൗണ്ടറീസ്, ഒരു തരത്തിലുള്ള തീജ്വാലകളെ പോലെയുള്ള ചില തടസ്സങ്ങൾ അവരെ നേരിട്ടിട്ടുണ്ട്. അവർക്ക് പരിമിതികളുണ്ട്. അപ്പോൾ ജിന്നുകൾക്ക് പരിമിതികളുണ്ട്, സഞ്ചാരത്തിലും പരിമിതികളുണ്ട് മനുഷ്യർക്കുള്ളതുപോലെ. നമുക്ക് ഓക്സിജൻ വേണോ ഇല്ല എന്നുള്ളിടത്ത് ഞാനും കുറേ പഠനം നടത്തി, പക്ഷേ എനിക്ക് കിട്ടണില്ല. അങ്ങനെയൊന്നും ഇതിനെ പറ്റിയൊന്നും ചില അറിവൊന്നും നമ്മുടെ കയ്യിലില്ല. അള്ളാഹു ആയാലും അത്രയേ ഉള്ളൂ. അവർക്ക് ഓക്സിജൻ വേണ്ടി വരില്ല. കാരണം ഓക്സിജൻ്റെ അപ്പുറത്തുള്ള സെൻറ്ററുകളിലാണ് ഇവർ പോയിരിക്കുന്നത്. ജിന്നുകൾക്ക് അത്രയും ലോങ് ജേർണി ചെയ്യാനൊക്കെ സാധ്യമാവും. അപ്പോൾ ഓക്സിജൻ്റെ ഒരു പരിമിതിയോ അല്ലെ മനുഷ്യനെ പോലെ ഭക്ഷണം കഴിച്ചിട്ട് മലമൂത്ര വിസർജനമൊന്നും അവർക്കില്ല. ഉണ്ടോ ഇല്ല എന്നുള്ളത് അള്ളാഹു ആലം. അത് നമുക്ക് പരിഗണിക്കാനോ നമുക്ക് അങ്ങനെയുള്ള ചിന്തകളേക്കൊന്നും നമുക്ക് അള്ളാഹു ആലം എന്ന് പറയല്ലാതെ നമുക്ക് നിർവാഹമില്ല. അശർറുൻ ഉരീദ ബിമൻ ഫിൽ അർദി അൻ അറാദ ബിഹിം റബ്ബുഹും റഷദാ. ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്? ഉരീദു, നിങ്ങൾ ഭൂമിയിലുള്ളവർക്ക് നാശം വരുത്താനാണോ ഉദ്ദേശിച്ചത്? അതല്ല റബ്ബ് അവരെ നിർവയിലാക്കാനാണോ ഇച്ഛിച്ചതെന്ത് നമുക്കറിയില്ല. അവരെ ചർച്ച എന്ത് രസകരമാണ്. അപ്പോൾ അവരങ്ങനെ കട്ട് തേക്കാനൊക്കെ ആകാശത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് ഭൂമിയിലുള്ളവർക്ക് നാശം വരുത്താനാണോ എന്നറിയില്ല. പക്ഷേ അതൊന്നും ഞങ്ങൾക്കറിയില്ല. അങ്ങനെ കട്ട് കേൾക്കുന്ന ആൾക്കാർക്കൊക്കെ വലിയ പ്രയാസം ഉണ്ടാക്കും.
അതുകൊണ്ട് ജിന്ന് വർഗം അവിടെ പോയിട്ട് എനിക്ക് തോന്നുന്നതേ ജിന്ന് മനുഷ്യരെക്കാളും വളരെ സോഫ്റ്റാണ്. ഈ ആയത്തു നിന്നൊക്കെ മനസ്സിലായി. എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു തോന്നൽ പറയാണ്, നിങ്ങൾ പഠിച്ചോളൂ. ജിന്ന് വളരെ സാധുക്കളാണ്, പാവങ്ങളാണ്. കാരണം നോക്കൂ, അവരവിടെ പോയി ചെയ്യുന്ന നിഷ്കളങ്കമായ ചർച്ചയാണ് അവരവിടെ പോയി നടത്തുന്നത്. മനുഷ്യർ നമ്മളെ പോലെ തന്നെയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ പാവങ്ങളാണ് അവർ. പക്ഷെ അതിൽ അഹങ്കാരികളുണ്ട്, അവരാണ് ശൈത്താൻ. അവരിങ്ങനെ പറയാണ് അല്ലേ, മനുഷ്യർക്ക് കുഴപ്പമുണ്ടാക്കുകയാണോ? അല്ലാഹു ആലം, നമുക്കറിയില്ല. വഅന്നാ മിന്നസ്സാലിഹൂന വമിന്നാ ദൂന ദാലിക് കുന്നാ തറായിഖ ഖിദദാ. ഞങ്ങളോ, ഞങ്ങളിൽ സച്ചരിതരുണ്ട്, അല്ലാത്തവരും നമ്മിലുണ്ട്, ഞങ്ങൾ ഭിന്ന മാർഗ്ഗക്കാരാണ്. അവർ പരസ്പരം ചേർന്നുള്ള ചർച്ച തുടരുകയാണ് കേട്ടോ. ഞങ്ങൾ വന്നാ മിന്നസ്, നമ്മൾ നല്ല ആൾക്കാരില്ലേ, നമ്മൾ ജിന്നുകൾ നല്ല മനുഷ്യന്മാരല്ലേ, നല്ല ജിന്നുകളല്ലേ, നമ്മൾ അള്ളാഹിനെ ആരാധിച്ചാൽ മതി കേട്ടോ, അള്ളാഹുൽ വേറെ പങ്കുകാരൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ, ഞങ്ങൾ ബീയുടെ ഖുർആൻ കേട്ടിട്ട് വരികയാണ് എന്നൊക്കെ അവരിങ്ങനെ ചർച്ച ചെയ്യണം. വളരെ സാധു ചർച്ചയാണ്, പാവങ്ങളാണ് അവർ. എന്നിട്ട് അവർ പറയാം, നമ്മളിൽ തെരീഖ് തെറ്റായ വഴിയിൽ ആൾക്കുള്ള ടീമൊക്കെ ചീത്ത ആൾക്കാർ ഒക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ, നമ്മൾ നല്ലവരായി ജീവിക്കണം കേട്ടോ. നമ്മുടെ വിചാരങ്ങളൊക്കെ, ചില വിചാരമൊക്കെ തെറ്റാണ്, അത് അവിടെ പോയിട്ട് ഇവർ കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണ്. ഭൂമിയിൽ വെച്ച് അള്ളാഹുവെ പരാജയപ്പെടുത്താനോ ഓടിപ്പോയി തോൽപ്പിക്കാനാവില്ലെന്നോ ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് വെച്ചാൽ നാജിസ് അള്ളാഹു, അള്ളാഹിനെ തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കൂല എന്നോ, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് അള്ളാഹിനെ തോൽപ്പിക്കാൻ അവർക്ക് മനുഷ്യർക്ക് സാധിക്കൂല എന്നോ, വലൻ അജിസഹു ഹർബ, അള്ളാഹുവെ മറികടന്ന് എന്തെങ്കിലും ചെയ്യാനോ സാധിക്കില്ല എന്നും ഞങ്ങൾക്ക് മനസ്സിലായി. ഇവരാ മനസ്സിലായ കാര്യം ഇങ്ങനെ വേറെ ടീമിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഏതായാലും ഞങ്ങൾ കേട്ടത് ഞങ്ങൾ വിശ്വസിക്കുകയാണ്, ഇത് സന്മാർഗമാണ്, ഇത് വിശുദ്ധ വേദഗ്രന്ഥമാണ്, ഇത് അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ വചനങ്ങളാണ്, ഇത് ഞങ്ങൾ വിശ്വസിച്ചെന്ന് ജിന്നിലെ നല്ലൊരു വിഭാഗം അവിടെ പോയിട്ട് പറയുമ്പോൾ, പ്രിയമുള്ളവർ, മനുഷ്യർക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട, എനിക്കും ഞങ്ങൾക്കും വേണ്ടി അവതരിക്കപ്പെട്ട ഖുർആനാണ്. ഈ ഖുർആൻ്റെ മഹത്വം ജിന്ന് വർഗം മറ്റൊരു സ്ഥലത്ത് അവിടെ പോയിട്ട് അവരവരുടെ സന്തതികളോട് അല്ലെങ്കിൽ അവരുടെ കൂട്ടാളികളോട് പറയാണ്. എന്നിട്ട് പറയാ, തീർത്തില്ല. ഒരാദ്യം പറയാ, വഅന്നാലമ്മ സമിഅനൽ ഹുദാ, ഈ സത്യമാർഗത്തെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. മറ്റവർ വിശ്വസിച്ചിട്ടില്ല, അവരോട് പറഞ്ഞു കൊടുക്കുക, ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. فمن يؤمن بربه فلا يخاف بخسا ولا رهقا. അതുകൊണ്ടൊരു നഷ്ടമോ ഒരു സങ്കടമോ സങ്കടമോ അതിൻ്റെ പേരിൽ ഞങ്ങൾക്കുണ്ടാകൂല എന്നും ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. ജിന്നുകളാ പറയണത് അവരുടെ കൂട്ടത്തിലുള്ളവരോട്. തീർന്നില്ല, പിന്നെയും ജിന്നുകൾ ആ സംസാരം തുടരുക. വന്ന മിന്നൽ മുസ്ലിമൂന വമിന്നൽ ഖാസിതൂൻ. ഞങ്ങളിൽ മുസ്ലിങ്ങളുണ്ട്, ഖാസിതൂനുമുണ്ട്, അതിന്ന് വഴിമാറി സഞ്ചരിക്കുന്നവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഫമൻ അസ്ലമ, ആരാണോ അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദൈവദാസനായി പടച്ച റബ്ബിൻ്റെ ഇഷ്ടത്തോഴനായി മാറുന്നത്, ഫഉലൈക തഹറൗ റശദ, അവർ നിർവഴിയിലാണ്. ഇതൊക്കെ അവരോട് ഇങ്ങനെ പറയാ, ആരാണ് അള്ളാഹുവിൽ അസ്ലമാകുന്നത്. അസ്ലം ഏറ്റവും അള്ളാഹുവിൻ്റെ സത്യസരണിയെ മാത്രം പാലിച്ചുകൊണ്ട് റബ്ബിൻ്റെ ഇഷ്ടത്തോഴനായി റബ്ബിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്ന അസ്ലം പൂർണ്ണമായും അനുസരിക്കുന്ന വേദാനുസാരിയായി പടച്ചവൻ്റെ അനുസരണമുള്ള യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുന്നവൻ അവൻ റാഷിദായിരിക്കും, റഷദയിലാണ്, സന്മാർഗത്തിലാണ്. വഅമ്മൽ ഖാസിതൂന ഫകാനൂ ലിജഹന്നമ ഹതബാ. അവിടെ ഒരു വയൽ തന്നെ പറയുന്നുണ്ട് ജിന്നുകൾ പോയിട്ടില്ലേ, ജിന്നിൻ്റെ സമൂഹത്തോട്. വഅമ്മൽ ഖാസിതൂന, വഴികേടിൽ സഞ്ചരിക്കുന്നവർ, ഫകാനൂ ലിജഹന്നം, അവർ കത്തിക്കാളുന്ന നരകത്തിൻ്റെ വിറകുകൾ ആയിത്തീരുമെന്ന് വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ജിന്നുവർഗം അവിടെ പോയി ഉത്ബോധിപ്പിക്കുകയാണ് അവരുടെ കൂട്ടരെ. വഅല്ലവിസ്തഖാമൂ അലത്വരീഖതി ലഅസ്ഖൈനാഹും മാഅൻ ഗദഖാ.
ഇനി അള്ളാഹ് പറയാം, അള്ളാഹിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ധാരാളം നിങ്ങൾക്ക് വെള്ളം നൽകുന്നതാണ്. ഈ വെള്ളം എന്നുള്ളതും വലിയ വിഷയമാണ്. ഇനിയുള്ള കാലം നമുക്ക് 2-3 രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. ഒന്ന്, ഇനിയുള്ള കാലം വെള്ളത്തിന് വേണ്ടി, ഇനിയൊരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ അത് ജലത്തിന് വേണ്ടിയാണ്. ഇന്നിപ്പോൾ എല്ലാം ഒരു വെച്ചല്ല, എല്ലാത്തിനും ടാക്സ് ഇട്ടില്ല. അല്ല ഫ്രീ ആയിട്ട് തന്ന ഭൂമിയല്ലേ നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അത് ഓരോ രാജ്യക്കാർ വെട്ടിമുറിച്ച് പിടിച്ച് ടാക്സ് ഇട്ടിട്ട് മനുഷ്യന്മാരെ വല്ലാതെ അടങ്ങറാക്കുന്ന ഒരു ലോകത്തല്ലേ നമ്മൾ ജീവിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഫ്രീ ആയിട്ടിട്ട ഭൂമിയല്ലേ, ഇഷ്ടം പോലെ ഭൂമി. ഈ ഭൂമിയില്ല എന്നൊക്കെ വെറുതെ കള്ളക്കഥകൾ പറയാ. ലോകത്ത് ഇപ്പോൾ ഉള്ള എത്ര 800 ബില്യൺ എത്ര കോടി ജനങ്ങളുണ്ട്. ഇതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടിക്ക് ജീവിക്കാനുള്ള ഭൂമിയിലുണ്ട്. മണ്ണ് ഇവിടെ ഉണ്ട്, പക്ഷേ മണ്ണൊക്കെ പിടിച്ചടക്കി വെച്ചിരിക്കുകയാണ് പല രാജ്യങ്ങളും. കൊടുക്കൂല, എന്ത് ചെയ്യാൻ, കഷ്ടപ്പാടാണ്. സമ്പത്ത് ഈ ഭൗതിക വിഭവങ്ങളൊക്കെ ഈ ഭൂമിയിൽ ഇപ്പോൾ ഉള്ള ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെക്കാൾ 10 ഇരട്ടി വന്നാൽ അവർക്കൊക്കെ ഭക്ഷിക്കാനുള്ള സുഭിക്ഷമായ ഭക്ഷണവും ഭൗതിക വിഭവങ്ങളും ഈ മണ്ണിൽ ഭൂമിയിലുണ്ട്. അതൊക്കെ ചിലർ പിടിച്ച് കയ്യിലൊതുക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ സമ്പത്ത് മറ്റുള്ള പാവങ്ങളിലേക്ക് ഒഴുകാതെ ഒരു ഭാഗത്ത് പട്ടിണി എടുക്കുന്നവർ. ആലോചിച്ച്, ഒരു ഭാഗത്ത് തിന്നത് ഏറിപ്പോയിട്ട് അതിൻ്റെ രോഗങ്ങൾ കൊണ്ട് ആശുപത്രിയിൽ പോയി ചികിത്സിക്കുന്നവർ. ഇത് രണ്ടും ഈ ലോകത്തിൻ്റെ 2 മുഖങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഈ ഭൂമിയിൽ നടക്കുന്നുണ്ട്. വെള്ളം ധാരാളമായിട്ട് ഞാൻ നൽകുന്നതാണ്. അതിവിടെ വെച്ചുള്ളതാവാം, പരലോകത്തുള്ളതും ആവാം, രണ്ടായാലും. ലിനഫ്തിനഹും ഫീ വമൻ യഅ്രിദ് അൻ ദിക്രി റബ്ബിഹി യസ്ലുക്ഹു അദാബൻ സഅദ. അതിലൂടെ നാം അവരെ പരീക്ഷിക്കാനാണ്. തൻ്റെ നാഥൻ്റെ ഉത്ബോധനത്തെ, അള്ളാഹുവിൻ്റെ ദിക്റിനെ, റബ്ബിൻ്റെ ദിക്റിനെ അവർ നിരാകരിച്ച് ജീവിച്ച് അതികഠിനമായ ശിക്ഷയിലകപ്പെടുത്തും. അപ്പോൾ അള്ളാഹു നിയമത്തുകൾ മഴയായിട്ടും അല്ലാത്തതുമായിട്ടുള്ള നിയമത്തൊക്കെ അള്ളാഹു തരുമ്പോൾ അതൊക്കെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ നരകത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ആളുകളിൽ നല്ലൊരു ശതമാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗലിനെ, വാക്കുകളെ എടുത്ത് പരിശോധിച്ചാൽ നാളെ ഭൂമിയിൽ സ്വൈര്യത്തോടെ സമാധാനത്തോടെ നല്ല സമ്പത്തിൽ പാരമ്പര്യ സ്വത്തൊക്കെ കിട്ടി സുഖത്തോടെ വലിയ അല്ലലും അലട്ടലും ഇല്ലാതെ ജീവിച്ചവരൊന്നും നാളെ സ്വർഗത്തിൻ്റെ പടി കാണൂല. അതോട് ചേർത്ത് പറയാം, ഞാൻ നിങ്ങൾക്ക് ഒരു ആത്മവിചാരണ നടത്താൻ കൂടി വേണ്ടിയിട്ടാണ്. ഒരു സൂചിക്കുഴയിലൂടെ, ഒരു സൂചിയുടെ തുളയിലൂടെ ഒരു ഒട്ടകം പ്രവേശിക്കുമാർ ബുദ്ധിമുട്ടാണ് ഭൂമിയിൽ സമ്പത്ത് കൊണ്ട് ജീവിച്ച് സമ്പത്തിൽ കളിയാടി ജീവിച്ച ഒരു മനുഷ്യൻ അങ്ങോട്ട് കടക്കുക എന്ന്. അതിന് 2 കാരണമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമ്പത്തുള്ളവരും ഇല്ലാത്തവരൊക്കെ അത് കേൾക്കുന്നുണ്ടാവും. കോടികൾ ആസ്തിയുള്ളവരും ഒരു അന്നന്നത്തെ ദിവസത്തിന് വേണ്ടി അധ്വാനിച്ച് ജീവിക്കുന്നവരും ഈ ക്ലാസ് കേൾക്കുന്നുണ്ടാവും. പക്ഷേ പാവങ്ങളായ ആളുകൾക്ക് സന്തോഷ വാർത്തയാണത്. പക്ഷെ അതുകൊണ്ട് മാത്രം സന്തോഷിക്കാനായില്ല കേട്ടോ, അമലും കൂടി നന്നാവണം, എന്നാലേ നമ്മളെ സ്വർഗത്തിലേക്കുള്ള വഴി നമുക്ക് കിട്ടൂ. പക്ഷേ സമ്പത്ത് കൊണ്ട് ഒരുപാട് സമ്പാദ്യമായിട്ട് സുഖത്തോടെ ജീവിച്ച, നല്ല വീട്, നല്ല കാറ്, നല്ല വരുമാനമായിട്ട് ജീവിക്കുന്നവരൊക്കെ ഒരു കാര്യം കേൾക്കണം. നിങ്ങളുടെ അയൽവാസികളില്ലേ, നിങ്ങളുടെ സുഹൃത്തുക്കളില്ലേ, നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുമുള്ള ആളുകളില്ലേ, നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളിലെ ഭക്ഷണം കിട്ടാത്ത ആളുകളെ നിങ്ങൾ പരിഗണിക്കുന്നില്ലെങ്കിൽ, അവരുടെ സാമ്പത്തിക വിഷമതകളിൽ നിങ്ങളുടെ സമ്പത്ത് അവർക്ക് പരിഹാരമായിട്ട് വരുന്നില്ലെങ്കിൽ, നിങ്ങൾ കൊടുക്കാതെ പിശുക്കി വെക്കുകയാണെങ്കിൽ അതൊക്കെ അള്ളാഹു നിങ്ങളെ ചോദ്യം ചെയ്യുന്നതാണ്. നിങ്ങളത് അറിയണം. നമ്മൾ വിചാരിക്കൂലേ, ഓൻ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനാ ഞാൻ നാളെ പരലോകത്ത് പോയിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാനെങ്ങനെ ചോദ്യം ചെയ്യപ്പെടും? അങ്ങനെ ഉണ്ട്. നമ്മൾ അറിയണം. സ്വന്തം ചോരയിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ഒരാൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, സ്വന്തം അയൽവാസിക്ക് വിഷമമുണ്ടെങ്കിൽ അത് നമ്മൾ അറിയണം, ചോദിച്ച് മനസ്സിലാക്കണം. അടുത്തുള്ള അയൽവാസികൾ, സുഹൃത്തുക്കൾ, അവിടെ വീട്ടിൽ അടുപ്പിൽ കഞ്ഞി വെക്കുന്നുണ്ടോ, ചോറ് വെക്കുന്നുണ്ടോ, അവർ ഭക്ഷണം കഴിക്കുന്നുണ്ടോ, അവർക്ക് രോഗം വന്ന് ചികിത്സിക്കാൻ പോകാത്ത പൈസ ഇല്ലാത്തതുകൊണ്ടാണോ, നമ്മൾ അറിയണം, നമ്മൾ ചോദിക്കണം. നമ്മുടെ ബാധ്യതകളാണ്, വിശേഷങ്ങൾ ചോദിക്കണം, സംസാരിക്കണം. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഒരാളെ കാണുമ്പോഴത്തേക്ക് രാഷ്ട്രീയം, ഇലക്ഷൻ, ഇത് അന്താരാഷ്ട്ര വിഷയങ്ങൾ, ഇതൊക്കെ വിഷയം വിട്ടിട്ട് വ്യക്തിയുടെ വിശേഷങ്ങൾ ചോദിക്കുക. എന്തായി മോനെ, എന്തായി മോളെ, എന്തായി കാര്യങ്ങൾ, എന്താ അസുഖമുണ്ടോ, വിഷമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ, പ്രയാസമുണ്ടോ, സാമ്പത്തികം എങ്ങനെയാണ്, കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ടോ? ഇതാ ചോദിക്കേണ്ട പ്രധാന ചോദ്യം. വേറെ നിങ്ങൾ ചോദിക്കേണ്ടെന്നല്ല, അതൊക്കെ ചോദിച്ചോളൂ, നല്ലതാണ്. സംഭവങ്ങളെപ്പറ്റി, 2 ആൾ കൂടിയ സംഭവങ്ങളെപ്പറ്റി അധികം ചർച്ച ചെയ്യുക. ആൾക്കാരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരത്തിലൊക്കെ അങ്ങനെ വരുമ്പോൾ ചോദിക്കേണ്ട പ്രധാന ചോദ്യം ഇതാണ്: ബുദ്ധിമുട്ടുണ്ടോ, വിഷമമുണ്ടോ? എന്നിട്ട് ആ വിഷമത്തിന് ആലംബമാകാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ, നിങ്ങളുടെ പണത്തിനത് സാധ്യമാകുന്നില്ലെങ്കിൽ,
കുറച്ച് പ്രയാസമാണ്. സ്വർഗം കുറച്ച് പ്രയാസം തന്നെ. അത് വലിയ പരീക്ഷണമാണ്. സമ്പത്ത് വലിയ പരീക്ഷണമാണ്. ആ പരീക്ഷണമാണ് അള്ളാഹു പരീക്ഷിക്കാനാണ്. അവൻ ആ പരീക്ഷണമാണ് നമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നഫ്തിനഹും ഫീ എന്നാണ്. നഫ്തിൻ ഇതൊരു ഫിത്നയാണ്, ഒരു പരീക്ഷണമാണ്. അള്ളാഹ് തന്നിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളും. وَأَنَّ الْمَسَاجِدَ لِلَّهِ فَلَا تَدْعُوا مَعَ اللَّهِ أَحَدًا. അതുകൊണ്ട് പള്ളികൾ, അള്ളാഹുവിൻ്റെ ആരാധനാലയങ്ങൾ, മസ്ജിദുകൾ, ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ, അല്ലാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കരുതേ. ഇത് അല്ലാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കരുതേ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം ചോദിക്കുക, എവിടെ ഇപ്പം പള്ളിയിൽ അല്ലാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക? എന്നാലുണ്ട്. കേരളത്തിൽ അത് കുറവായിരിക്കും, പക്ഷേ പുറം പല പള്ളികളിലും, അതായത് ഞാൻ പല യാത്രകളും നടത്തിയപ്പോൾ ഉത്തരേന്ത്യയിലെ പല പള്ളികളിലും എന്താ നമ്മൾ പറയുക, അതിനൊക്കെ ദർഗൊക്കെ കെട്ടി പൊക്കിയിട്ട് പള്ളി എന്നല്ലതിന് പറയാം. എല്ലാവരും കയറി നിറങ്ങുക. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വസ്ത്രമുള്ളവരും ഇല്ലാത്തവരൊക്കെ കയറി നിറങ്ങുക. അതിൻ്റെ ഉള്ളിലും ഇങ്ങോട്ട് കയറി വന്നിട്ട് അവിടെ ഒരു ഭാഗത്ത് പള്ളിയിലും കൊടുക്കണം, നിസ്കരിക്കണം, ഒരു മറുഭാഗത്ത് ഇതൊക്കെ നടക്കും. പള്ളീൻ്റെ ഉള്ളിൽ തന്നെ ഒറ്റ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലൊക്കെ നടക്കണം. എങ്ങനെ അതൊക്കെ സംഭവിക്കണമെന്നറിയാം. അവിടെ ചന്ദനത്തിരി കത്തിക്കുന്നു, വിളക്ക് കത്തിക്കുന്നു, പൂജകൾ, വഴിപാടുകൾ, എല്ലാവരും ഒന്ന് മുസ്ലിമാണ് കിടക്കണം. മുസ്ലിം ശരീരം ഒരു പക്ഷേ ആ കിടക്കുന്ന ആൾ നല്ല ആളായിരിക്കും കേട്ടോ, അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പക്ഷേ പിൽക്കാലത്ത് അയാളെ ഇങ്ങനെ ഒരു സാമ്പത്തിക ഫണ്ട് റേസിങ് ഏജൻ്റാക്കിയിട്ട് ഖബറിലുള്ള ആളെ മാറ്റി എന്നുള്ളതാണ്. ആ ഖബർ, ഇസ്ലാമിലെ ഖബറിന് യാതൊരു രീതിയിലുള്ള ഖബർ സന്ദർശിക്കാൻ, ഖബർ സിയാറത്ത് ഇസ്ലാമിലുണ്ട്, നല്ലതാണ്, പുണ്യമാണ്, ഓർമ്മപ്പെടുത്തലാണ്. ഖബർ സന്ദർശിച്ചോട് ഒരു കുഴപ്പമില്ല. പക്ഷേ അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുന്നതും തെറ്റില്ല. പക്ഷേ പ്രാർത്ഥന അള്ളാഹുവോടായിരിക്കണം. എനിക്ക് തോന്നുന്നില്ല ആരും അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുന്ന ആ മരിച്ചെടുക്കുന്ന ശരീരത്തോടാണെന്ന്. പക്ഷേ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അതുകൊണ്ട് അതൊക്കെ തെറ്റാണ്. അള്ളാഹിൻ്റെ മസ്ജിദുകൾ, അള്ളാഹുവിൻ്റെ ആരാധനാ കേന്ദ്രങ്ങൾ, അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. കഅബ ഷരീഫിൽ 360 വിഗ്രഹങ്ങൾ അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ട സന്ദർഭത്തിലൂടെയുള്ള ആയത്താണ് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മസ്ജിദായി സുജൂദ് ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങൾ, സ്ഥലങ്ങൾ, അള്ളാഹുവിൻ്റെ ആരാധനാ കേന്ദ്രങ്ങൾ, അവിടെ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമാകണം, വേറൊന്നിനോടുണ്ടാകരുത്. അള്ളാഹുവിന് ഏറ്റവും വെറുക്കപ്പെട്ട കാര്യം അതാണ്. നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹിനോട് അള്ളാഹു കരീബാണ്, അള്ളാഹു ഹബ്ലിൽ വരീദാണ്, നമ്മുടെ കണ്ടനാടിയേക്കാൾ എടുത്തവനാണ്. ഈ പ്രാർത്ഥനയായിട്ട് ബന്ധപ്പെട്ട് പലരും അപ്പം ഈ ജിന്നിനെ പറ്റി ചിന്തിക്കുന്ന പോലെ തന്നെ പല ആളുകളുടെയും വലിയൊരു അബദ്ധം എന്താ അറിയോ? നമ്മൾ പ്രാർത്ഥിച്ച അള്ളാഹ് കേൾക്കൂലെന്ന്. അങ്ങനെയൊന്നുമില്ല. നല്ല ആബിദീങ്ങളായിട്ടുള്ള ആളുകൾ ജീവിത വിശുദ്ധി, വ്യക്തിവിശുദ്ധി, ശരീരവിശുദ്ധി, ആത്മവിശുദ്ധിയായിട്ട് ജീവിക്കുന്ന ആളുകൾ, അള്ളാഹുവിൻ്റെ അടുത്ത ഔലിയാക്കളായ വ്യക്തികൾ, അത് അള്ളാഹ്ക്കേ അറിയുള്ളൂ കേട്ടോ ആരാന്ന്. അതിന് സർട്ടിഫിക്കറ്റ് ഒന്നും ആർക്കും അടിച്ചു കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾ പ്രാർത്ഥിച്ച് അള്ളാഹ് കേൾക്കും. ഞാനതുകൊണ്ടല്ലേ ഇതിൻ്റെ അവസാനത്തിൽ ഒരുപാട് ദുആ ചെയ്യുന്നത്. അത് ഞാൻ പ്രാർത്ഥിച്ച കേൾക്കൂല എന്നുള്ള വിശ്വാസം കൊണ്ടല്ല. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ആമീൻ ചൊല്ലുന്നതിൽ ഏതെങ്കിലും ഒരു അള്ളാഹുവോടുള്ള അടിയുറച്ച വിശ്വാസി ഉണ്ടെങ്കിൽ അവരുടെ ഒരു ആമീൻ ഇതിൽ കിട്ടുകയാണെങ്കിൽ ഇൻഷാ അല്ലാ അത് മതിയല്ലോ. അങ്ങനെ സ്വാർത്ഥമായ ഒരു ലക്ഷ്യം കൂടെ അതിലുണ്ട്. നിങ്ങളും പ്രാർത്ഥിക്കുക. അള്ളാഹുവിനെ അറിയുള്ളൂ നമ്മിൽ ആരാണ് ഏറ്റവും തഖ്വയുള്ളവരെന്ന്. ജീവിത വിശുദ്ധി ആർക്കുള്ള അള്ളാഹുവിനെ അറിയുള്ളൂ. അള്ളാഹുവിനെ അറിയുള്ളൂ തഖ്വ ആരാണ്. അള്ളാഹിൻ്റെ അടുക്കൽ ഔന്നത്യമുള്ളത്, അക്രമമായിട്ടുള്ളത്, തഖ്വയോടെ പ്രാർത്ഥിച്ച് ജീവിക്കുന്നവരാണ്, അവർക്കാണ് സൂക്ഷ്മത ഉള്ളവരാണ്. അതുകൊണ്ട് ആ കാര്യം നമ്മൾ വിട്ടേക്കുക. അള്ളാഹുവിൻ്റെ പള്ളികൾ, അവിടെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുതേ, അല്ലാത്തവരുടെ മുമ്പിൽ സുജൂദ് ചെയ്യരുത്. സുജൂദ് അള്ളാഹ്ക്ക് മാത്രമുള്ളതാണ്, അത് ഒരാൾക്കും. ഞാനൊരു വലിയൊരു വീഡിയോ കണ്ടു, വീഡിയോ ചെറുതാണെങ്കിൽ അതിൻ്റെ മഹത്വം വലുതാണ്. വലിയൊരു പണ്ഡിതൻ, വലിയൊരു ആലിമായ മനുഷ്യൻ ഇങ്ങനെ ഒരു സ്റ്റേജിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഒരാൾ കുമ്പിട്ടിട്ട് അയാളുടെ കൈ ഇങ്ങനെ പിടിച്ച് മുത്തുമ്പോൾ അയാൾ ദൂരേക്ക് മാറി നിന്നിട്ട് അയാൾ ശക്തമായിട്ട്, അറബിയാണ്, ശക്തമായിട്ട് താക്കീത് ചെയ്യാണ്, ഇതൊന്നും ചെയ്യരുതെന്ന്. ഞാനൊരു ആബിദ്, ഞാൻ പണ്ഡിതനായിരിക്കാം, പക്ഷെ നിങ്ങൾ എൻ്റെ മുമ്പിൽ കുമ്പിടാൻ പാടില്ല. റുക്കോം സുജൂദും റബ്ബ് ജബ്ബാറായ ഖഹാറായ അധിപതിയായ റബ്ബിന് മാത്രമാണ്. അല്ലാത്ത ഞാൻ കണ്ടിട്ടുണ്ട് പല ദർഗകളിലും, പല ഖബർ സിയാറത്തും, ഞാൻ സിയാറത്ത് പോകുന്ന വ്യക്തിയാണ്. പല സ്ഥലങ്ങളിലും ചെന്ന് കഴിഞ്ഞാൽ കാണാം സുജൂദിലൊക്കെ കിടക്കുന്നത്. ഇതൊക്കെ തെറ്റാണ്. തെറ്റായിട്ട് കാണണ്ടേ? തെറ്റിലേക്ക് വഴി വെക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ നശിപ്പിക്കണം.
അതൊന്നും ശരിയല്ല. അങ്ങനെയുള്ള കേന്ദ്രങ്ങളൊന്നും ശരിയല്ല. ഇപ്പം കേരളത്തിൽ തന്നെ ചില നേർച്ചകളും വഴിപാടുകളൊക്കെ നടക്കുന്നത്, ഇതൊക്കെ എത്രത്തോളം ശരിയാണ്? നിങ്ങൾ ഇതിനെപ്പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ടോ? ആന ചവിട്ടിക്കൊന്നു. എന്താണ് പടച്ചറബ്? ആനയും ഇസ്ലാമുമായിട്ട് എന്ത് ബന്ധം? ആന ചവിട്ടിക്കൊന്ന് നേർച്ചയിൽ തിക്കും തിരക്കിലും പെട്ട് ആൾ മരിച്ചു. ഇങ്ങനെയുള്ളൊന്നും, ഇങ്ങനെയുള്ള ബഹളമയമായ ആരാധനാ രീതികൾ തന്നെ ഇസ്ലാമിലില്ല. ഇപ്പം ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ആരാധനയാണ് നിസ്കാരം. എത്ര ശാന്തമാണ്, ഒരാൾക്കും ബുദ്ധിമുട്ടില്ലാത്ത എന്തോ ഒരു മനോഹരമായ ആരാധനാനുഷ്ഠാനങ്ങളിലേ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? ഇനിയിപ്പോൾ അതിനേക്കാളും സുപ്പീരിയർ ആയിട്ടുള്ള ഹജ്ജ്, എന്തൊരു സന്തോഷമാണ്. ഒരു ഹജ്ജിന് പോയി വന്നാൽ എന്ത് സന്തോഷമാണ്. ഒരു ഉംറ ചെയ്ത് വന്ന വ്യക്തിക്ക് എന്ത് സന്തോഷമാണ്. ഇങ്ങനെയല്ലേ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്നൊന്നും. അതൊന്നും നമുക്ക് സാധ്യമല്ല. അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരുപാട് ബിദ്അത്തുകളുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ജീവിതത്തിൽ. ഇതൊക്കെ പരലോകം അല്ലാഹ് ആഗ്രഹിക്കുന്നവർക്ക് പറഞ്ഞതാ. അല്ലാത്തവർ തോന്നിയ വഴിയിൽ അവർ ജീവിച്ചോട്ടെ. വഅന്നഹു ലമ്മാ ഖാമ അബ്ദുല്ലാഹി യദ്ഉഹു കാദൂ യകൂനൂന അലൈഹി ലിബദാ. വഅന്നഹു ഖാമ അബ്ദുല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിനെ പറ്റി പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റപ്പോ യകൂനൂന അലൈഹി ലിബദാ, സത്യനിഷേധികളായാൾക്ക് ചുറ്റും തടിച്ചു കുറിതി. പരസ്യ പ്രബോധനത്തിൻ്റെ സന്ദർഭത്തിലെ ഉമർ റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ധൈര്യത്തോടെ പിന്നെ ആളുകൾ പോയിട്ട്, സഹാബത്ത് പോയിട്ട് ചെന്നിട്ട് കഅബ ഷരീഫിന് മുമ്പിലൊക്കെ നിസ്കരിക്കാനൊക്കെ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുമ്പോൾ അവരതിനെ തടയാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ സന്ദർഭങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അവരോട് പറഞ്ഞേക്കണം, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. വിളിച്ചു പറയണം, എൻ്റെ നാഥനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ, ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, ഈ മറ്റൊന്നിനെയും, ബാക്കിയൊക്കെ ഖൽഖാണ്, ഖൽഖിന് മുമ്പിൽ ആരാധനയല്ല. എന്താണ് ഇസ്ലാം? ഒറ്റ വാക്കിൽ പറയാ. തൗഹീദ് എന്താന്ന് ഒറ്റ വാക്ക് പറയാ. ഖൽഖിന് ഇബാദത്തില്ല. ഖാലിഖായിട്ടുള്ള സൃഷ്ടാവിന് മാത്രമേ പ്രാർത്ഥനകൾ, ആരാധനകൾ, നേർച്ചകൾ, വഴിപാടുകൾ എല്ലാം എൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രം. അല്ലാത്ത ഒന്നുമില്ല, സൃഷ്ടിക്കൊന്നുമില്ല. സൃഷ്ടിയായ, ബാക്കിയൊക്കെ സൃഷ്ടിയാണ്, എല്ലാം സൃഷ്ടിയാണ്. നിങ്ങൾ സൃഷ്ടിച്ച ബിംബങ്ങളല്ലേ ഇത്? അതിന് മുമ്പിലാണ് ഞാൻ പ്രാർത്ഥിക്കണം. ഞാൻ സൃഷ്ടാവിനോടും. എന്താണ് ക്രിയേറ്റർ? ഇംഗ്ലീഷ് മനസ്സിലാവുന്നവർ പറയാം, ക്രിയേറ്റർ ആൻഡ് ക്രിയേഷൻ. ഈ ഭൂമിയിൽ രണ്ട് കാര്യങ്ങളാണ്. ക്രിയേറ്റർ അള്ളാഹു, ക്രിയേഷൻ ബാക്കി കാണുന്ന, കണ്ണിൻ്റെ മുമ്പിൽ കാണുന്ന സകലതും, ജിന്ന് വർഗ്ഗം അടക്കം അള്ളാഹിൻ്റെ ക്രിയേഷനാണ്, സൃഷ്ടിയാണ്. സൃഷ്ടിയോട് പരിപാടിയില്ല. സൃഷ്ടിയല്ല മഅബൂദ് അള്ളാഹുവാണ്. ഇതാണ് അടിസ്ഥാനം. ഇത് മനസ്സിലാക്കാത്ത ഒരു മുസ്ലിമിന് പിന്നെ വേറെന്താ? അങ്ങനെയുള്ള മുസ്ലിം എവിടെയും പോകും. അവൻ അമ്പലത്തിലും പോവാം, അവനക്ക് ചർച്ചിലും പോവാം, അടക്ക പോയി പ്രാർത്ഥിക്കുക. കാരണം അവരൊക്കെ ചെയ്യുന്ന സൃഷ്ടിയാണ്. എന്താണിപ്പം നമ്മൾ ചോദിക്കുക? നമ്മുടെ ഇസ്ലാമും അവരുടെ മറ്റ് മതവേദ ദർശനങ്ങൾ തമ്മിൽ എന്താ വ്യത്യാസം? ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, ഞങ്ങൾ ക്രിയേറ്ററോട് മാത്രം പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ ക്രിയേഷൻസിനെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സൃഷ്ടാവിനോട് പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ സൃഷ്ടിയോട് പ്രാർത്ഥിക്കുന്നു. ഇതാണ് വ്യത്യാസം. ഇതവിടെ ഖുർആൻ കൃത്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, മക്ക നിവാസികളോട്, അവർക്കെല്ലാം ദൈവങ്ങൾ. അവിടെ ലാത്ത, ഉസ്സ, മനാത്ത ഒന്നും അവരുണ്ടാക്കിയ ദൈവങ്ങളല്ല. ആ നാട്ടിൽ മക്കയിൽ ജീവിച്ച് മൺമറഞ്ഞു പോയ നല്ല മനുഷ്യർ, സ്വാലിഹീങ്ങൾ, അവരാണ് വിളിച്ച് പ്രാർത്ഥിച്ചത്, തേടിയത്. അവരോടൊന്നുമല്ല ഞങ്ങളുടെ ഇബാദത്ത്. അള്ളാഹു അല്ലാത്ത ഒരാളോടും എൻ്റെ സുജൂദില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളയോട് പ്രഖ്യാപിക്കാൻ വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യാണ്. അവരോട് പറയണം, കഴിഞ്ഞിട്ടില്ല. ഇന്നി ലാ അംലികു ലക്കും ദർറൻ വലാ റശദാ, ഞങ്ങൾക്ക് പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമോ ദോഷമോ വരുത്താൻ എനിക്കാവില്ല. ഖുൽ ഇന്നി അലാ അംലികു ലക്കും, നിങ്ങൾക്ക് ദർറൻ വലാ റശദാ, നിങ്ങൾക്ക് നിങ്ങളുടെ സന്മാർഗം വേണം, നിങ്ങൾ ആ സന്മാർഗം സ്വീകരിക്കുക. നിങ്ങളെ മോശപ്പെടുത്താനോ തെറ്റായ കാര്യത്തിലേക്ക് കൊണ്ടുവരാനോ ഒന്നും ഞാൻ ഉദ്ദേശിക്കണമില്ല. എനിക്കങ്ങനെ ഉദ്ദേശമില്ല. ഞാൻ എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെ ഉപദ്രവിക്കാനുള്ള ലക്ഷ്യം എനിക്കുമില്ല. ഖുൽ ഇന്നി ലൻ യുജീറനി മിനല്ലാഹി അഹദും വലൻ അജിദ മിൻ ദൂനിഹി മുൽതഹദാ. ഇവിടെ ഖുൽ
പറയാ നിശ്ചയം ഇന്നി ഖുൽ അവരോട് പറയണം ഇന്നി നിശ്ചയമായിട്ടും ഇൻഡീഡ് ലൻ യുജീറനി യുജീറനി പറഞ്ഞാൽ മിനല്ലാഹ് അള്ളാഹുവിൽ നിന്ന് രക്ഷിക്കാൻ ആർക്കും സാധ്യമല്ല. വലൻ അഹദുൻ ഒരാൾക്ക് സാധ്യം വലൻ അജിദ മിൻ ദൂനിഹി മുൽതഹദ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള ശിക്ഷ അള്ളാഹുവിനിപ്പം നമ്മളെ വഴികേടിലാക്കാനോ ശിക്ഷിക്കാനോ അള്ളാഹു തീരുമാനിച്ചാൽ മിനല്ലാഹി അഹദുൻ ഒരാൾക്കും സാധ്യമല്ല അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന്, അള്ളാഹുവിൻ്റെ പിടുത്തത്തിൽ നിന്ന്, അള്ളാഹുവിൻ്റെ വലയത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ സാധ്യമല്ല. മിൻ ദൂനിഹി മുൽതഹദ. മുൽതഹദ പറഞ്ഞാൽ യാതൊരു അഭയസ്ഥാനവും നമുക്ക് കിട്ടൂല. അതായത് എവിടെ ഇതിൻ്റെ പോയിന്റ് കിടക്കുന്നത് എവിടെയാണ്? സുജൂദിൽ വീഴാൻ കഅബ ഷരീഫിൻ്റെ മുമ്പിൽ സുജൂദ് അന്ന് പള്ളി അള്ളാഹുവിൻ്റെ, അതായത് മസ്ജിദുകൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൽ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി വരുന്ന തടയുന്ന ഇന്നും ഇന്ത്യ രാജ്യത്ത് പല പള്ളികളും വന്നിട്ട് തട്ടിത്തകർത്ത് ബുൾഡോസർ രാജ് നടപ്പാക്കുന്ന ഭരണാധികാരികളും മനസ്സിലാക്കിക്കോളണം. ഇനി അവർക്ക് ഈ ദുനിയാവിൽ വെച്ച് മനസ്സിലാകാൻ കഴിയില്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അള്ളാഹുവിൻ്റെ അദാബ് അവരെ കാത്തിരിക്കുന്നുണ്ട്. അതുവഴി അവർക്ക് മനസ്സിലാകും. അതിന്ന് അവരെ തടയാൻ ആർക്കും സാധ്യമല്ല. ഒരു മുൽതഹദ് ഓൽക്ക് കിട്ടൂല, അവർക്ക് ഒരു അഭയസ്ഥാനം കിട്ടൂല. ഇല്ലാ ബലാഗം മിനല്ലാഹി വരിസാലാത്തി. അള്ളാഹുവിൻ്റെ റിസാലാത്തിനെ അത് ഇല്ലാ ബലാഗ് അത് എത്തിച്ചു തരലല്ലാതെ വേറൊരു പണി എനിക്കില്ല. അത് പറഞ്ഞു തരിക, ഉത്ബോധിപ്പിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട, നിങ്ങൾ ഇഷ്ടം പോലെ. വമൻ യഅസില്ലാഹ വറസൂലഹു ഫഇന്ന ലഹു നാറ ജഹന്നമ ഖാലിദീന ഫീഹാ അബദാ. അള്ളാഹുവിൻ്റെ വിധികളും അള്ളാഹിൻ്റെ സന്ദേശങ്ങളും നിങ്ങൾക്ക് എത്തിച്ചു തരിക, ആ ഒരു ദൗത്യം മാത്രമേ എനിക്കുള്ളൂ. അള്ളാഹുവിലും അന്ത്യദൂതരെയും ധിക്കരിക്കാനാണോ പരിപാടി നിങ്ങളുടെ എങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ജഹന്നമാണ്. അതാണ് ഉത്ബോധനം. മാത്രമല്ല നിങ്ങൾക്കൊരു ഓഫറും കൂടെ ഉണ്ട്, ഖാലിദീന ഫീഹാ, നിങ്ങളതിൽ നിത്യവാസികളായിരിക്കും. നിങ്ങൾ അള്ളാഹിൻ്റെ റിസാലാത്തിനെ, ദൈവിക ദർശനത്തെ, അള്ളാഹുവിൻ്റെ വേദദർശനങ്ങളെ, ഉത്ബോധനങ്ങളെ, ഈ റിസാലാത്തിനെ നിങ്ങൾ പ്രവാചകത്വത്തെയും നിങ്ങൾ നിഷേധിക്കുകയാണോ എങ്കിൽ നിങ്ങൾക്ക് ജഹന്നമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ജഹന്നമിൽ നിത്യവാസമാണ്. ഖാലിദീന ഫീഹാ അബദ, എന്നെന്നും നിത്യവാസം. ജീവപര്യന്തം അറിയില്ല, അതാണ്. അവിടെ ജീവൻ അവസാനിക്കാത്തതുകൊണ്ട് ജീവിതകാലം മുഴുവൻ അവിടെ ജീവിക്കേണ്ടി വരും നരകത്തിൽ. ഹത്താ ഇദാ റഔ മാ യുഅദൂന ഫസയഅലമൂന മൻ അദ്അഫു നാസിറൻ വഅഖല്ലു അദദാ. ഈ ജനത്തിന് താക്കീത് ചെയ്താൽ മുന്നറിയിപ്പിൻ്റെ കാര്യം, ഈ മുന്നറിയിപ്പ് നേരിൽ കാണുമ്പോൾ അവർക്ക് ബോധ്യാവും ആരുടെ സഹായിയാണ് ദുർബലമെന്നും ആരുടെ സംഘമാണ് അള്ളാഹു നാസർ. ഇവരെ വിചാരം എന്താ വെച്ചാൽ ഞങ്ങളല്ലേ ഭരണാധികാരികൾ, ഞങ്ങൾക്കല്ലേ ഭരണകൂടം ഞങ്ങളുടെ കയ്യിലാണ്, ഞങ്ങൾ ഒരുപാട് ആളുകളുണ്ട് എന്നൊക്കെ ധിക്കരിക്കുന്ന ഈ രാജ്യത്തെയും ലോകത്തെ മറ്റ് നാനാ രാജ്യത്തെയും അധികാരി വർഗം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഫസയഅലമൂന, അന്ന് അവർക്ക് മനസ്സിലാകും. അള്ളാഹുവെ നേരിട്ട് കാണുമ്പോൾ, അവിടെ സത്യം പുലരുമ്പോൾ ആരാണ് ഏറ്റവും കൂടുതലുള്ളതെന്ന്, ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിച്ചവരാണെന്ന സത്യം അവർ മനസ്സിലാക്കും. ആരാണ് അവിടെയൊക്കെ ഇപ്പോൾ വലിയ സ്വാധീനവും സഹായവും ആയുധബലവും ആൾബലവും ഒക്കെ ഉള്ള ആളുകളല്ലേ അവർക്കൊക്കെ അന്ന് സത്യം മനസ്സിലാകും. പടച്ച റബ്ബിൻ്റെ മുമ്പിൽ ഈ ആയുധബലം കൊണ്ടും ആൾബലം കൊണ്ടും ഈ സഹായികളെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല, ആരാണ് എണ്ണത്തിൽ കൂടുതലെന്നും അവിടെ മനസ്സിലാകും. ഖുൽ ഇൻ അദ്രീ അഖരീബും മാ തുഅദൂന അം യജ്അലു ലഹു റബ്ബി അമദാ. പറയുക നബിയേ, പറയുക, ഖുൽ ഇൻ അദ്രീ അഖരീബും മാ തുഅദൂന അം യജ്അലു ലഹു റബ്ബി അമദാ. ആ ശിക്ഷയുടെ ദിവസം, ആ വാഗ്ദാനം ചെയ്ത വാഅദ ചെയ്തിട്ടുള്ള ദിവസം, തുഅദൂന നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ദിവസം, ആ ദിവസം ആസന്നമാണോ അല്ലേ? അത് നീണ്ട അവധിയുണ്ടോ?
യജാലു ലഹു റബ്ബി അമജ. അതൊക്കെ അള്ളാഹുവിങ്കലുള്ള വിഷയമാണ്. അതിനെപ്പറ്റിയൊന്നും എനിക്ക് ആ അവധിയെപ്പറ്റിയൊന്നും എനിക്കറിയുന്നില്ല. യജാലു അതിൻ്റെ നിശ്ചയമൊന്നും എൻ്റെ അടുക്കലല്ല, അത് അള്ളാഹുവിങ്കലുള്ള വിഷയമാണ്. ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ. ഈ ഗൈബിയായ കാര്യങ്ങളുടെ വിഷയം അതൊക്കെ അള്ളാഹുവിങ്കലാണ്. ആ യുദ്ഹിറു അലാ ഗൈബിഹി അതൊന്നും ഒരാൾക്കും അള്ളാഹു വെളിവാക്കപ്പെടുന്നതല്ല. മരണം പോലെ, മരണ ദിവസം അള്ളാഹു ആർക്കെങ്കിലും വെളിവാക്കി കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അതുപോലെ അന്ത്യനാളും പരലോക ജീവിതമൊക്കെ വെളിവാക്കിയിട്ടില്ല. അള്ളാഹുവിങ്കലുള്ള ഗൈബിയായ കാര്യങ്ങളാണ്. ഇല്ലാ മനിർതളാ മിർ റസൂലിൻ ഫഇന്നഹു യസ്ലുകു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി റസദാ. ആരാണോ അള്ളാഹുവിൻ്റെ ദൂതന് തൃപ്തിപ്പെട്ടുകൊണ്ട് അംഗീകരിച്ച് ആരാണോ അള്ളാഹുവിൻ്റെ റസൂലിനെ തൃപ്തിപ്പെടുന്നത്, അള്ളാഹുവിൻ്റെ റസൂലിനെ സ്വീകരിക്കുന്ന ഇത്തിബാ ചെയ്യുന്നവർ ആരാണോ, ഫഇന്നഹു യസ്ലികു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി റസദാ. അവൻ്റെ മുമ്പിലും പിന്നിലും അവൻ്റെ എല്ലായിടത്തും അള്ളാഹുവിൻ്റെ കാവൽക്കാരുണ്ട്. ഇല്ലേ? പോരെ നമുക്ക് അള്ളാഹിൻ്റെ റസൂലിനെ ഇത്തിബാ ചെയ്തുകൊണ്ട് അള്ളാഹിൻ്റെ കലാം, അള്ളാഹിൻ്റെ ഖുർആൻ മനസ്സിലാക്കി ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങൾക്ക് ഇതുണ്ട്. അത് ജിന്നല്ല, ചെയ്ത്താനല്ല. ആര് വന്നാലും, ഏത് മനുഷ്യരിലോ ജിന്നിലോ പെട്ട ആര് വന്നാലും നമുക്ക് അള്ളാഹിൻ്റെ കാവൽക്കാരുണ്ടെന്ന വിശുദ്ധ ഖുർആൻ്റെ വചനം പോരെ പ്രിയമുള്ളവരെ? നമുക്കത് പോരെ? അല്ലാഹു മദീ ഇന്നല്ലാഹ മഅന, അള്ളാഹു കൂടെയുണ്ട്. ലിയഅലമ അൻ ഖദ് അബ്ലഗൂ റിസാലാത്തി റബ്ബിഹിം വഅഹാത ബിമാ ലദൈഹിം വഅഹ്സാ കുല്ല ശൈഇൻ അദദ. അവർ തങ്ങളുടെ നാഥൻ്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുത്തിരിക്കുന്നുവെന്ന് അവൻ അറിയാനാണിത്. അവരുടെ വശമുള്ളതിനെ പറ്റിയും എല്ലാം അള്ളാഹുവിന് നന്നായി അറിയാം. എല്ലാ വസ്തുക്കളുടെയും എണ്ണം അള്ളാഹു തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ കണക്കിൻ്റെ കാര്യമൊന്നും പറയണ്ട. എല്ലാ കാര്യങ്ങളിലും അള്ളാഹു അത് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആരാണ് നല്ലവർ, ആരാണ് ചീത്ത എന്നുള്ള കാര്യവും. അപ്പോൾ റിസാലാത്തിൻ്റെ വിഷയത്തിൽ, ഈ പ്രവാചക സന്ദേശങ്ങളുടെ വിഷയത്തിൽ അത് റബ്ബിൻ്റെ കാര്യത്തിൽ നിന്നാണ്, റബ്ബിൻ്റെ അടുക്കൽ നിന്നാണ് എത്തിച്ചു വന്നിരിക്കുന്നത് എന്ന് ജനങ്ങളെ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ്. അതോടൊപ്പം അള്ളാഹുവിന് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അള്ളാഹുവിന് നന്നായി അറിയാം. ഈ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും അള്ളാഹു കൃത്യമായി കണക്കാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ വിഷയങ്ങൾ, നിങ്ങളുടെ കർമ്മങ്ങൾ എല്ലാം അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട്. അതുകൊണ്ട് പ്രവാചകത്തെ തള്ളിപ്പറയുന്ന മസ്ജിദുകളിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ആരാധനാലയങ്ങളിൽ നിന്ന് വിലക്കുന്നവരൊക്കെ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ പോവുകയാണ്. അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുന്നതാണ്. രണ്ട്, സത്യവിശ്വാസികൾ അള്ളാഹിൻ്റെ റസൂലിനെ തൃപ്തിയോടെ തൃപ്തിയോടെ അള്ളാഹിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നവർ, അവർക്ക് മുമ്പിലും പിന്നിലും എല്ലാ ഭാഗത്തും അള്ളാഹുവിൻ്റെ കാവലുണ്ടെന്ന സത്യം വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ അറിയിക്കുമ്പോൾ, അള്ളാഹുവെ അങ്ങനെ കാവലുള്ള യഥാർത്ഥ സത്യവിശ്വാസികളിൽ അള്ളാഹുവെ ഞങ്ങൾ ഉൾപ്പെടുത്തണേ. അള്ളാഹുവെ റിസാലാത്തിൻ്റെ വിഷയത്തിൽ ഞങ്ങളുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, ഞങ്ങളുടെ മക്കളെക്കാൾ, ഞങ്ങളുടെ സ്വത്തിനേക്കാൾ, ഞങ്ങളുടെ ജീവനേക്കാൾ ഏറെ പ്രിയപ്പെട്ട, ഞങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ പ്രിയങ്കരനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിൽ സ്നേഹിക്കാൻ, അള്ളാഹുവെ പ്രവാചകനായി മാറാൻ, മുഹമ്മദ് റസൂലുള്ളയുടെ സ്വഭാവത്തെ ഏറ്റെടുക്കാൻ, അതുപോലെ കടക്കാൻ, അതുപോലെ ഇരിക്കാൻ, അതുപോലെ നടക്കാൻ, അതുപോലെ ചിന്തിക്കാൻ, അതുപോലെ നിസ്കരിക്കാൻ, അതുപോലെ ജീവിതത്തിലെല്ലാം അള്ളാഹുവെ അങ്ങനെ മുഹമ്മദ് റസൂലുള്ളയെ ഞങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ തൗഫീഖ് ചെയ്യണേ അള്ളാഹുവെ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ളത് പുറത്തു തരണേ അള്ളാഹുവേ വന്നുപോയ വീഴ്ചകൾ പുറത്തു തരണേ
ജിന്ന് വർഗത്തിൽപ്പെട്ട പിശാചുക്കൾ മനുഷ്യരിലും മിനൽ ജിന്നതി വന്നാസ് മനുഷ്യരിലും ജിന്ന് വർഗത്തിലും പെട്ട ഈ പൈശാചികമായ സകല വസ്വാസിൽ നിന്നും ഞങ്ങളുടെ മനസ്സിനെ കാക്കണേ അല്ലാ. അള്ളാഹുവേ, ശരീരത്തിൻ്റെ അകത്തുള്ള മനസ്സിനെ വിശുദ്ധമാക്കണേ അല്ലാ. ജീവിത വിശുദ്ധി, ശരീരശുദ്ധി, അതുപോലെ തന്നെ ആത്മവിശുദ്ധി കൈവരിക്കാൻ അള്ളാഹുവേ തൗഫീഖ് ചെയ്യണേ അല്ലാ. നിൻ്റെ വിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ, നിന്നെക്കുറിച്ചുള്ള വചനങ്ങൾ കേൾക്കുമ്പോൾ മനസ്സ് തുടിക്കുകയാണ് അള്ളാഹുവേ. അത് പറയുമ്പോൾ തന്നെ ഹൃദയം വിഹ്വലമാണ് അള്ളാഹുവേ. ഖുശൂഉള്ള മനസ്സ് നൽകണേ അല്ലാ, ഈമാനുള്ള മനസ്സ് നൽകണേ അല്ലാ. അള്ളാഹുവേ, നിൻ്റെ ആബിദീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ആലിമീങ്ങളാക്കണേ അല്ലാ, അറിവുള്ളവരാക്കണേ അല്ലാ, വിനയമുള്ളവരാക്കണേ അല്ലാ, അഹങ്കാരിയാക്കല്ലേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ റഹ്മത്തും ബർക്കത്തും തരണേ അല്ലാ. ഖുർആനെ കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ പ്രകാശിതമാക്കണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ റഹ്മത്തും ബർക്കത്തും തരണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെ സ്വാലിഹാത്തുകളാക്കണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ സൗജിനെ, ഇണതുണകളെ ഏറ്റവും നല്ല നിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ആബിദീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ കാക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ നാടിനെ കാക്കണേ അല്ലാ. ഈ നാട് വലിയ മെസ്സേജ് നൽകുന്ന, ഒരുപക്ഷേ ലോക മുസ്ലിം രാജ്യങ്ങളെ അപേക്ഷിച്ചെടുത്ത് നോക്കുമ്പോൾ വലിയ നന്മയുള്ള നാടാണ്. ഇവിടുത്തെ സഹോദര സമുദായങ്ങളടക്കം മറ്റ് വിഭാഗത്തിൽപ്പെട്ടവരടക്കം അല്ലാഹുവേ, അവരുടെ മനസ്സുകളിലൊക്കെ സ്നേഹവും ഐക്യവും നിലനിർത്തണേ അല്ലാ. ഈ സാഹോദര്യത്തെ നീ നിലനിർത്തി തരണേ അല്ലാ. ഇവിടെ വർഗീയതയുടെ, വിദ്വേഷത്തിൻ്റെ, അനൈക്യത്തിൻ്റെ വിത്ത് പാകുന്ന പൈശാചിക ശക്തികളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഈ നാടിനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗുഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ റബ്ബനാ അജർനാ മിനൻ നാർ. അല്ലാഹുമ്മ റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم رب ارحمهما كما ربيانا صغيرا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. رصدا